അലി റളിയല്ലാഹു അൻഹു അല്ല, അലി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം പറയുന്നിടത്ത് കാണാം അലി റളിയല്ലാഹു അൻഹു മരിക്കുന്ന സമയത്തുണ്ടായ ആ സന്തോഷകരമായ അവസ്ഥ. അലിയാരല്ല ഇത് പറയുന്നത്. ശേഷം അലിയാരുടെ ജനാസ, അലിയാരുടെ മരണത്തിൽ ആസന്നരായിരുന്ന ആളുകൾ, അന്നവിടെ ഹാജറുണ്ടായിരുന്നവർ, അവർ പറയുന്ന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു മരിക്കുമ്പോ ബഹുമാനപ്പെട്ട സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് മരിക്കുകയാണ്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ചിരിച്ചുകൊണ്ടാ മരിക്കുന്നത്, പുഞ്ചിരിച്ചുകൊണ്ടാ മരിക്കുന്നത്. പുഞ്ചിരിച്ചുകൊണ്ട് മരിക്കുന്ന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് കുടുംബക്കാരുണ്ട്, കൂട്ടുകാരുണ്ട്, അവരൊക്കെ ചോദിച്ചു, അല്ല അലി, നിങ്ങൾ എന്താ അങ്ങനെ ചിരിക്കാൻ കാരണം? എല്ലാവരും മരിക്കുമ്പോൾ സങ്കടപ്പെട്ട് കരയല, എല്ലാവരും മരിക്കുമ്പോൾ സങ്കടപ്പെട്ട് കരയല. ഭാര്യനെ വിളിച്ച് ഒരു കൂട്ടം പറഞ്ഞ് കരയുന്നു, മക്കളെ വിളിച്ച് ഒരു കൂട്ടം പറഞ്ഞ് കരയുന്നു. ഇങ്ങനെ എല്ലാവർക്കും കരയാനും പൊട്ടിക്കരയാനുമാണല്ലോ സാധാരണ മരണം അവസരമൊരുക്കാൻ. നിങ്ങളെന്താ ഇങ്ങനെ ചിരിക്കുന്നത്? നല്ല ചിരിയാ. ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ എന്തിനാ സങ്കടപ്പെടുന്നത്? ഇതൊക്കെ മുഖറബീങ്ങളുടെ ലിസ്റ്റിലുള്ളവരല്ലേ, ഞാൻ എന്തിനാ സങ്കടപ്പെടുന്നത്? എനിക്ക് സങ്കടപ്പെടേണ്ടതില്ലല്ലോ, ഒരിക്കലും എനിക്ക് സങ്കടപ്പെടേണ്ടതില്ല. എന്തേ കാരണം? ഞാൻ കരയണമെന്നാണോ നിങ്ങൾ പറയുന്നത്? എന്തിനു കരയണം? ഹാദാ റസൂലുള്ളാഹി അമാമീ, ഞാൻ മരണവെപ്രാളമാണ്, എന്റെ മരണവെപ്രാളമാണ് നിങ്ങൾ കാണുന്നതല്ലേ, മരിക്കാൻ പോകുന്ന രംഗം. ഞാൻ എന്തിനു കരയണം? എന്റെ ഹബീബ് ഇതാ എന്റെ മുമ്പിൽ വന്നിരിക്കുന്നു, റസൂലുള്ളാഹി ഇതാ എന്റെ മുമ്പിൽ, ഞാൻ എന്തിനു കരയണം? സുബ്ഹാനല്ലാഹ്, ഇതെത്ര വലിയ ഭാഗ്യമാണ്. അള്ളാഹുവിന്റെ റസൂല് മുമ്പിൽ ഇങ്ങനെ റസൂലുള്ളാഹിനെ കണ്ടുകൊണ്ട് മരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വലതുഭാഗത്തതായിരിക്കുന്നു ബഹുമാനപ്പെട്ട അബൂബക്കറിൻ സിദ്ദീഖ്, തൊട്ടടുത്തതായിരിക്കുന്നു ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ്, റസൂലുള്ളാഹിയുടെ ഇടഭാഗത്തതായിരിക്കുന്നു ബഹുമാനപ്പെട്ട ഫാത്തിമത്തുസ് സഹ്റാ റളിയല്ലാഹു അൻഹ. അലി ഇബ്നു അബീ താലിബിന്റെ മുമ്പ് മരണപ്പെട്ടു പോയതാണല്ലോ, വഫാത്തായി പോയതാണല്ലോ ഫാത്തിമ ബീവി. ഫാത്തിമ ബീവി റസൂലുള്ളാഹിന്റെ ഇടതുഭാഗത്തിരിക്കുന്ന ഹബീബ് എപ്പോഴും ഫാത്തിമ ബീവിയെ ഇരുത്താറുള്ളത് ഇടതുഭാഗത്തായിരുന്നു. തന്റെ കൽബ് ഇടതുഭാഗത്താണ് മനുഷ്യന്റെ കൽബ് എന്നതുകൊണ്ട് ഫാത്തിമത്തു ഖിത്അത്തും മിന്നീ, ഫാത്തിമ എന്റെ കരളിന്റെ കഷ്ണമാണെന്ന് പറഞ്ഞതുപോലെ എപ്പോഴും റസൂലുള്ളാഹി തങ്ങൾ ഫാത്തിമ ബീവിയെ ഇടതുഭാഗത്തേക്ക് ചേർത്ത് പിടിക്കുമായിരുന്നു, കൽബിനോടടുത്ത് ചേർത്ത് പിടിക്കുമായിരുന്നു. വല്ലാത്ത സ്നേഹമായിരുന്നു. ആ ഫാത്തിമ ബീവി ഇതാ എന്റെ പ്രിയപ്പെട്ട സഹധർമ്മിണി ഇതാ വന്നിരിക്കുന്നു, ഞാൻ എന്തിനാ വേദനിക്കുന്നത്? അതിനുശേഷം അലിയാർ വേറെ കല്യാണം കഴിച്ചിട്ടുണ്ട്, മക്കളൊക്കെ ഉണ്ട്. പക്ഷേ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ സ്വീകരിക്കാൻ ദായത്തിയിരിക്കുന്നു ഹബീബിന്റെ പൊന്നാര മകൾ ഹബീബ് മുഹമ്മദ് മുസ്തഫ, തന്റെ പ്രിയപ്പെട്ട രണ്ട് കൂട്ടുകാർ. ഇവരെയൊക്കെ കണ്ടിട്ട് പിന്നെ ഞാൻ എന്തൊരു കരയണം? ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇവരെയൊക്കെ കണ്ടിട്ട് ഞാൻ ഇനി കരയണോ? ഞാൻ ചിരിക്കല്ലാതെ ഇനി എന്താ ചെയ്യാ? എനിക്കല്ലേ സന്തോഷം. ഇന്ന് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ളത് എനിക്കാ, ആനന്ദമുള്ളത് എനിക്കാ. എന്നിട്ട് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു തന്റെ ചുറ്റും കൂടി നിൽക്കുന്ന ആളുകളോട് പറയുന്ന, അതുകൊണ്ട് നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങളുടെ ഉറ്റവരെ കണ്ടു മരിക്കണോ, ഉടയവരെ കണ്ടു മരിക്കണോ, നിങ്ങളെ വാപ്പനെ കണ്ടു മരിക്കണോ, മേധാവിനെ കണ്ടു മരിക്കണോ, മരിച്ചുപോയ ഭാര്യ സ്വീകരിക്കാൻ വരണോ, നിങ്ങളുടെ മരിച്ചുപോയ പ്രവർത്തകർ നിങ്ങളെ സ്വീകരിക്കാൻ വരണോ? لمثل هذا فليعمل العاملون لمثل هذا فليعمل العاملون لمثل هذا فليعمل العاملون. ഇതുപോലത്തെ അവസരം നിങ്ങൾക്കും വേണോ? فليعمل العاملون, അധ്വാനിക്കുന്നവർ അധ്വാനിച്ചു കൊള്ളട്ടെ, അധ്വാനിക്കുന്നവർ അധ്വാനിച്ചു കൊള്ളട്ടെ. ഇത് ഞാൻ വെറുതെ എങ്ങനെ കുത്തിരുന്ന് കിട്ടിയതല്ല, നല്ലോണം അധ്വാനിച്ചിട്ടുണ്ട്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയാ, നല്ലോണം നിസ്കരിച്ചിട്ടുണ്ട്, നോമ്പ് വിട്ടിട്ടുണ്ട്, ഖുർആൻ ഓതിയിട്ട് അല്ലാഹുവിന്റെ മാർഗത്തിൽ വാളും പിടിച്ച് ജിഹാദ് ചെയ്തിട്ടുണ്ട്. വെറുതെ കിട്ടിയതല്ല എനിക്ക് ഈ അവസരങ്ങളൊന്നും, നല്ലോണം അധ്വാനിച്ചിട്ട് കിട്ടിയതാ. അതുകൊണ്ട് ഇതുപോലത്തെ അവസരം നിങ്ങൾക്കൊക്കെ വേണമെങ്കിൽ നല്ലോണം അധ്വാനിച്ചോളൂ. പോകുന്ന പോക്കിൽ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു തന്റെ പരിസരത്തുള്ളവർക്കെല്ലാം ഈ ഉപദേശം കൊടുത്തിട്ട് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പോകുന്നത്. പഠിച്ചവനെ, അലിയാരുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ നീ സലാമത്താക്കണം റഹ്മാനെ, ഞങ്ങളെ നീ സലാമത്താക്കണം റഹ്മാനെ. ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ഇങ്ങനെയാണ്. അവർക്കൊന്നും മരിക്കുന്ന സമയത്ത് വെപ്രാളല്ല. കാരണം എന്താ? മുഖറബീങ്ങളുടെ ലിസ്റ്റിലാണ് പെട്ടാൽ, ഏറ്റവും ചുരുങ്ങിയത് അസ്ഹാബുൽ അമീന്റെ ലിസ്റ്റിലെങ്കിലും പെട്ടാൽ,
മുഖറബീങ്ങളാണെങ്കിൽ ഒന്നും നോക്കാനില്ല. ഫറൗഹും വറൈഹാനും വജന്നത്തു നഈം. ഇൻഷാ അല്ലാഹ് വിശദമായിട്ട് ഞാൻ പറയുന്നുണ്ട്. വരെ 3 വിഭാഗത്തെയും പരാമർശിച്ചപ്പോൾ ഞാൻ ഈ വിഷയം ചുരുക്കി കൊണ്ടുവന്നത്. ഇനി അങ്ങനെ ഒരു വിഷയവും ഒറ്റ നോട്ടത്തിൽ സൂറത്തുൽ വാഖിയനൊന്ന് നോക്കിക്കാണാനുണ്ട്. രണ്ടും കൂടെ ആകുമ്പോഴേക്ക് സമയം നഷ്ടപ്പെടുമെന്ന് കരുതിയാണ്. മുഖറബീങ്ങളുടെ ലിസ്റ്റിലാണെങ്കിൽ ഒന്നും പേടിക്കേണ്ടതില്ല. ഫറൗഹും വറൈഹാൻ വജന്നത്തു നഈം. അസ്ഹാബുൽ യമീനാണെങ്കിൽ ഓനും രക്ഷപ്പെട്ടു. കണ്ടോ, ഓനോട് പറഞ്ഞത് സലാമുല്ലക്ക, ഈ സലാമത്തായി മോനെ. അങ്ങനെ അർത്ഥം വെച്ചവരുണ്ട്. സലാം എന്ന് പറഞ്ഞാൽ അസ്ഹാബുൽ യമീൻ സലാം ചെല്ലുമെന്ന് അർത്ഥം വെച്ചവരുണ്ട്. രക്ഷപ്പെട്ടു എന്ന് തന്നെ വെക്കാം. കാരണം മധ്യമ വിഭാഗം സലാമത്താകുകയാണ്. ഓല അമലുകൊണ്ട് രക്ഷപ്പെടുകയല്ല, മധ്യമ വിഭാഗം കഷ്ടിച്ച് രക്ഷപ്പെടുകയാണ് എന്ന് അന്ന് അസ്ഹാബുൽ യമീൻ എന്നിടത്ത് ഇമാം റാസി പറഞ്ഞത് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുണ്ട്. ജസ്റ്റ് അഡ്മിഷൻ ലഭിക്കുന്നവരാണോ ആ വിഭാഗത്തിലെങ്കിലും പെടുത്തി അള്ളാഹു നമ്മെ സലാമത്താക്കട്ടെ, അള്ളാഹു നമ്മെ സലാമത്താക്കട്ടെ. പഠിച്ചവനെ, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ, ഇങ്ങനെ അബ്ദുൽ ഖാദിർ ജിലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് വഫാത്താകാൻ കിടക്കുമ്പോഴും തൻ്റെ കൂട്ടുകാരോട് അങ്ങനെ പറഞ്ഞത്രേ, വീട്ടുകാരോട് അങ്ങനെ പറഞ്ഞത്രേ, മാറ് ഇവിടെ തിക്കും തിരക്കൊന്നും ഉണ്ടാക്കല്ല, ഒരുപാട് ആളുകൾ കയറി വരുന്നുണ്ട്, അവർക്ക് സൗകര്യം ചെയ്തു കൊടുക്കുക, അവരൊക്കെ ഒന്ന് ഇരുന്നോട്ടെ, നിങ്ങളൊക്കെ മാറി നിൽക്കുക എന്ന് ബഹുമാനപ്പെട്ട ശൈഖ് അബ്ദുൽ ഖാദിർ ജിലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് പറഞ്ഞു എന്ന് കാണാം. ഇതൊക്കെ ഇവരുടെ വ്യക്തി ജീവിതത്തിന്റെ പരിശുദ്ധിയായിരുന്നു കൂട്ടുകാരെ. നമ്മൾ വെറുതെ ഇരുന്നാ കിട്ടൂല. അപ്പൊ അവരൊക്കെ മരണസമയത്ത് അബ്ദുൽ ഖാദിർ ജിലാനിയും പറഞ്ഞിട്ടുണ്ട് ഇതേ വാക്ക്, ലിമിസ്ലി ഹാദാ ഫൽയഅമലിൽ ആമിലൂൻ. സുബ്ഹാനല്ലാഹ്, ഞാനിങ്ങനെ കിതാബുകൾ നോക്കിയ സമയത്ത്, വിശുദ്ധ ഖുർആൻ പഠന ക്ലാസ്സിനു വേണ്ടി അന്വേഷണം നടത്തുന്ന സമയത്ത് പലപ്പോഴും പല ചരിത്ര ഭാഗങ്ങളും കാണുമ്പോൾ 1 ഡസനിലധികം മഹാന്മാർ മരിക്കുമ്പോൾ പറഞ്ഞ വാക്കാണിത്. അവരൊക്കെ പറഞ്ഞിട്ടുണ്ട് ലിമിസ്ലി ഹാദാ ഫൽയഅമലിൽ ആമിലൂൻ. ഇതുപോലത്തെ അവസരം വേണോ? അധ്വാനിക്കുന്നവർ അധ്വാനിച്ചു കൊള്ളട്ടെ. ഇതിനു വേണ്ടി അധ്വാനിക്കേണ്ടത്, വേറുള്ളതിനൊന്നും അല്ല ചാടി ഓടി നടക്കേണ്ടത്. കഴിയുമെങ്കിൽ നിങ്ങൾ ദീനിനു വേണ്ടി പ്രവർത്തിച്ചോ, കഴിയുമെങ്കിൽ നിങ്ങൾ ദീനിനു വേണ്ടി നാളെ പരലോകം സലാമത്താകാനുള്ള ഏർപ്പാടുകൾ നോക്കിക്കോ എന്ന് മഹാന്മാരൊക്കെയും നമ്മെ ഉത്ബോധിപ്പിച്ചതാണ്. എന്നിട്ട് ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് സലാം അങ്ങനെ മടക്കുന്നു. അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ കാണാം, വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്, കൈ നീട്ടുന്നു, ആരോടൊക്കെയോ മുസാഫഹത്ത് ചെയ്യും പോലെ തോന്നുന്ന. പക്ഷേ ആര് കാണുന്നില്ല? തൊട്ടടുത്തിരിക്കുന്നവർ കാണുന്നില്ല. വനഹ്നു അഖ്റബു ഇലൈഹി മിൻകും വലാകിൻ ലാ തുബ്സിറൂൻ. നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, നമ്മൾ അദ്ദേഹത്തിന്റെ തൊട്ടടുത്തുണ്ട്. ബഹുമാനപ്പെട്ട അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ഉണർത്തിയതാണ്. മഹാന്മാരുടെ സാന്നിധ്യമുണ്ട്, അവർ വരുന്നു, അവർ സന്തോഷിപ്പിക്കുന്ന ഇതൊന്നും നമുക്ക് കാണാൻ കഴിയില്ല. നമ്മൾ ഇത് മാത്രമേ കാണുള്ളൂ. അവരനുഭവിക്കുന്ന ഈ ഒരു വെപ്രാളം മാത്രം, അതും ബാഹ്യതല വെപ്രാളം. ഓരോ ഞരമ്പുകളും ഞാടികളും എന്ത് അനുഭവിക്കുന്നു എന്ന് എനിക്ക് അറിയൂ എന്ന് പടച്ച റബ്ബ് പറഞ്ഞു. അല്ലാഹു നമുക്കൊക്കെ മരണം എളുപ്പമാക്കി തരട്ടെ. വിഷമമില്ലാത്ത രൂപത്തിൽ മരിക്കാൻ, ഈമാനോടുകൂടി മരിക്കാൻ, മരണം ഖൈറാകുന്ന സമയത്ത് ഈമാനോടുകൂടി മരിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മരണം ഇന്നങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ പെടുന്നനെയുള്ള മരണം. റസൂലുള്ളാഹി അശ്റാത്തു സഅ, ഖിയാമത്ത് നാളിന്റെ രക്ഷണം എണ്ണിയ കൂട്ടത്തിൽ അല്ലാഹുവിന്റെ റസൂൽ എണ്ണിയത് കാണാം. പെട്ടെന്നുള്ള മരണം, ആക്സിഡന്റ് മരണങ്ങൾ. വഅൻ യദ്ഹറ മൗതുൽ ഫുജ്അ, കുറേ കാര്യങ്ങൾ ഇങ്ങനെ എണ്ണിയ കൂട്ടത്തിൽ ഒരു ഹദീസിന്റെ വാൽകഷ്ണമാണ് ഞാൻ പറഞ്ഞത്. വഅൻ യദ്ഹറ മൗതുൽ ഫുജ്അ, പെടുന്നനെയുള്ള മരണം അധികരിക്കുക, വെളിവാകുക, അത് കാണാൻ തുടങ്ങുക. അത് ഖിയാമത്ത് നാളിന്റെ ലക്ഷണമാണ്. പഴയ കാലത്തൊക്കെ മഹാന്മാർ എല്ലാവരും ആഗ്രഹിച്ചിരുന്ന എന്താണെന്നറിയാം നിങ്ങൾ? കുറച്ചു കാലെങ്കിലും രോഗമായി കിടക്കണം, എന്നിട്ടേ മരിക്കാവൂ എന്ന് ആഗ്രഹിച്ചവരാ മഹാന്മാരൊക്കെ. അതെന്തിന്? കുറച്ചു കാലം രോഗമായി കിടന്നെങ്കിലേ ചെയ്ത കാര്യങ്ങളൊക്കെ ഒന്ന് തസ്ബീഹും ദിക്റുമൊക്കെ ഒന്ന് ചൊല്ലി, ഇസ്തിഗ്ഫാറൊക്കെ ഒന്ന് ചൊല്ലി പൊറുപ്പിക്കാനൊരു അവസരം. ഒരു ചോദിക്കായിരുന്നു, കൂടുതൽ കിടക്കരുത്, അത് ബുദ്ധിമുട്ടാണ്. കുടുംബത്തിന് വെറുക്കുന്ന രൂപത്തിൽ കിടക്കരുത്. കുറച്ചു കാലം അള്ളാഹുവിലേക്കൊന്ന് തൗബ ചെയ്യാനും മടങ്ങാനും ഒക്കെ ഉള്ള ഒരു അവസരം, ഉള്ളറിഞ്ഞൊന്ന് റബ്ബിനോട് പ്രാർത്ഥിക്കാനുള്ള അവസരം. മരണം മുഖാമുഖം ഇങ്ങനെ കാണുമ്പോഴല്ലേ അതൊക്കെ കൂടുതൽ ഇങ്ങനെ ആത്മാർത്ഥമായിട്ട് ചെയ്യാൻ കഴിയുക. അപ്പൊ അതിനുള്ളൊരു അവസരം കഴിഞ്ഞുപോയ മഹാന്മാരൊക്കെ ചോദിച്ചിരുന്നു എന്ന് കാണാം. അതേസമയം കുടുംബത്തെ ചടപ്പിക്കുന്ന രൂപത്തിലുള്ള സംഗതികൾ ഉണ്ടാവാനും പാടില്ല, അത് അപകടം ചെയ്യും. അതുകൊണ്ടാണ് അർദലുൽ ഉമറിലേക്ക്, അവശമായ പ്രായത്തിലേക്ക് എന്നെ നീ എത്തിക്കരുതേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തിട്ടുണ്ട്. അല്ലാഹുവേ, ഞങ്ങളെയും കുടുംബത്തിനും അടുപ്പിക്കുന്ന രൂപത്തിൽ അവശമായ പ്രായത്തിലേക്ക് എത്തിക്കരുത് റഹ്മാനെ.
അതൊരു വല്ലാത്ത സംഗതിയാണ്. അവശമായ പ്രായത്തിലേക്ക് എത്തിക്കരുത് റഹ്മാനെ. അവശമായ അവസ്ഥയിലെത്തിയ പലരും ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അവശരായ മാതാപിതാക്കൾക്ക് വേണ്ടിയൊക്കെ പടച്ചവനെ, അവർക്ക് ജീവിതം ഖൈറാണെങ്കിൽ നീ ആഫിയത്ത് നൽകണം റഹ്മാനെ. മരണം ഖൈറാണെങ്കിൽ ഈമാനോടുകൂടെ നീ മൗത്താക്കണം റഹ്മാനെ. അങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ സംഗതി വിഷമം. എന്നാൽ കുറച്ച് കാലം കിടക്കണം. ഒറ്റയടിക്ക് മരിക്കുക. ഒറ്റയടിക്ക് മരിക്കുക എന്നുള്ള സംഭവം എന്താണെന്നറിയാം നിങ്ങൾ? ഒരു വലിയ ഭാഗ്യദോഷമാണ്. എന്ന് പറഞ്ഞാൽ എല്ലാവരും അങ്ങനെയാണെന്നല്ല, മൊത്തമായിട്ട് ഇങ്ങനെ സംഭവിക്കുമ്പോൾ തിന്മകൾ, പേക്കൂത്തുകൾ ഇങ്ങ് വർദ്ധിച്ചപ്പോൾ അല്ലാഹു തൗബക്കുള്ള അവസരം പോലും നിഷേധിച്ച് മരിപ്പിക്കുകയാണ്. അതാണ് ഈ ഹദീസ് വിശദീകരിച്ചെടുത്ത് മഹാന്മാർ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ആക്സിഡന്റ് മരണത്തിൽപ്പെട്ടവർക്കൊക്കെ അങ്ങനെ അവസരം നിഷേധിച്ചു എന്നൊന്നും മനസ്സിലാക്കണ്ട. പറഞ്ഞു വന്നത് കൂടുതലായി ഇതിങ്ങനെ സംഭവിക്കുമ്പോൾ അതിന്റെ അർത്ഥം അതാണ്. തൗബക്കുള്ള അവസരം പോലും നിഷേധിക്കുക. ഇന്ന് സാധാരണ മരണത്തെക്കാൾ, സ്വാഭാവിക മരണത്തെക്കാൾ കൂടുതലുള്ളത് ആക്സിഡന്റ് മരണങ്ങളാണ്, അപകട മരണങ്ങളാണ് ഏറ്റവും കൂടുതൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അപകട മരണം, അറ്റാക്ക് മരണം, ഇതൊക്കെ പെടുന്നനെയുള്ള മരണങ്ങൾ സംഭവിക്കുക, ഇത് ഖിയാമത്ത് നാളിന്റെ ലക്ഷണമാണ്. ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നെയും നിങ്ങളെയും പഠിപ്പിച്ചതായി കാണാം. അതുകൊണ്ട് എപ്പോഴും ദീർഘായുസ്സിന് വേണ്ടി ദുആ ചെയ്യണം, ആഫിയത്തുള്ള ദീർഘായുസ്സിന് വേണ്ടി ദുആ ചെയ്യണമെന്ന് പ്രത്യേകം എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് നിർത്തുകയാണ്. മഹാന്മാർക്ക് മരിക്കുന്നതിൽ പേടിയില്ലാതിരുന്നത് എന്തുകൊണ്ടാണെന്നറിയോ നിങ്ങൾ? അവർക്ക് യാതൊരു പേടിയില്ലാത്ത, അവർക്ക് അത്രയും സന്തോഷമാണ്. ഇപ്പോൾ മംഷാദ് തയ്യൂരി റഹ്മത്തുള്ളാഹി അലൈഹി ഒരു താബിഈയാണ്. അദ്ദേഹം ഒരിക്കൽ ക്ലാസ് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുക, തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുക. ശിഷ്യന്മാർക്ക് വേണ്ടി ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു ഫക്കീർ ഇങ്ങനെ കീറിപ്പറഞ്ഞ ഒരു ഫക്കീർ ഇങ്ങനെ കയറി വന്നു. വസ്ത്രമൊക്കെ പൂർണ്ണമായും പൊട്ടിപ്പൊളിഞ്ഞിട്ടുണ്ട്, കാണാൻ ഒരു കോലുമില്ല, ഒരു വികൃതനായ മനുഷ്യൻ ഇവരുടെ ഭാഷയിൽ. പക്ഷേ ഇദ്ദേഹം മുഖറബീങ്ങളുടെ ലിസ്റ്റിൽപ്പെട്ടയാളാ, ഔലിയാക്കളുടെ ലിസ്റ്റിൽപ്പെട്ടയാളാണ്. എത്രയെത്ര ആളുകളുണ്ട് പൊടി പുരണ്ടവർ, മുടി ചടക്കുത്തിയവർ എന്ന് ഹദീസിൽ ചോദിച്ചതുപോലെ അവർ അല്ലാഹുവിനോട് ഒരു കാര്യമെന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞതുപോലെ ഒരു കാര്യം അള്ളാഹു അങ്ങ് പറഞ്ഞോ, അള്ളാഹുവിനോട് പടച്ച റബ്ബേ അങ്ങനെ ചെയ്യണം എന്നാണ് പറഞ്ഞാൽ അതങ്ങ് ചെയ്തുകൊള്ളും. അങ്ങനെയുള്ള എത്ര ആളുകൾ, CM വലിയുല്ലാഹിയെ പോലെ നമുക്ക് പരിചയമുള്ള ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട കുണ്ടൂർ ഉസ്താദിനെ പോലെയുള്ള ആളുകൾ, അള്ളാഹു അവരുടെയൊക്കെ ബർക്കത്ത് കൊണ്ട് നമ്മളെ സലാമത്താക്കട്ടെ. ആ ആശിക്കീങ്ങളും ഔലിയാക്കളും ഒക്കെ നമ്മിൽ നിന്ന് പിരിഞ്ഞു. ഇതുവരെ നമുക്ക് വരുന്ന ദുരന്തങ്ങളൊക്കെ താങ്ങാൻ, അതൊക്കെ ഇറക്കി വെക്കാൻ നമുക്ക് അത്താണികളുണ്ടായിരുന്നു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, അത്താണികൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു ബാക്കിയുള്ള സാദാത്യങ്ങൾക്കും ആലിമീങ്ങൾക്കും ദീർഘായുസ് നൽകട്ടെ, ദീർഘായുസ് നൽകുമാറാവട്ടെ. നമുക്കിങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പ്രശ്നങ്ങളൊക്കെ ഇറക്കി വെക്കാനുള്ള അത്താണികൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം എന്തേ പറഞ്ഞു വന്നത്? ഇവരെ പോലത്തെ ആളുകൾക്ക് ഒരു പേടിയുണ്ടാവില്ല. മംഷാദ് തയ്യൂരിയുടെ ക്ലാസ്സിലേക്ക് ഈ ഫക്കീർ ഇങ്ങോട്ട് കയറി വന്ന് ഇയാൾ ഒരൊറ്റ ചോദ്യമാണ്. സദസ്സിൽ വന്നിട്ട് ഇങ്ങനെ ചോദിക്കുമ്പോൾ ഒരിക്കലും ദൂർത്തതല്ല. ഇയാൾ ചോദിച്ചു, ഹൽ ഹാഹുനാ മകാനുൻ നദീഫ് യുംകിനുൽ ഇൻസാനു അൻ യമുത ഫീ. ഇയാൾ കയറി വന്നിട്ട് ആ സദസ്സിൽ നിന്ന് ഒറ്റ ചോദ്യം, അല്ല ഇവിടെ എവിടെയെങ്കിലും നല്ല ക്ലീൻ ആയ ഒരു സ്ഥലം കിട്ടുമോ, നല്ല വൃത്തിയുള്ള ഒരു സ്ഥലം? എന്തിനാ? യുംകിനുൽ ഇൻസാനു അൻ യമുത ഫീ. ഇത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത സംഭവമാണ് ഈ പറയുന്നതൊക്കെ. ഞാൻ പറയാ, നിങ്ങൾ കേൾക്കുക, അത്രേ ഉള്ളൂ. അള്ളാഹു ഇവരെയൊക്കെ പറഞ്ഞ വർക്കത്തുകൊണ്ട് നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. അല്ലാതെ എങ്ങനെയാ നമ്മളിതൊക്കെ പറയാ? നമ്മളെങ്ങനെ പറയും ഇതൊക്കെ? ഈ മനുഷ്യൻ കണ്ട് കയറി വന്നിട്ട് ചോദിക്കാൻ, ഇവിടെ മനുഷ്യന് കിടന്ന് മരിക്കാൻ പറ്റിയൊരു സ്ഥലം ഉണ്ടോ? ഇതാ ഇയാൾ ചോദിക്കുന്നത്. ഒരു സാസിക്ക് കയറി വന്നിട്ട് ഇവിടെ മനുഷ്യനൊന്ന് സുഖമായിട്ട് കിടന്ന് മരിക്കാൻ പറ്റിയൊരു സ്ഥലം ഉണ്ടോ? യുംകിനുൽ ഇൻസാനു അൻ യമുത ഫീ. മരിക്കാൻ പറ്റിയൊരു സ്ഥലം, അതിന് പറ്റിയ സ്ഥലം ചോദിക്കപ്പെടുന്ന മംഷാദു ദയൂരി വലിയ സൂഫിയാണ്. അദ്ദേഹം പറഞ്ഞു, ഹുനാക് മകാനുൻ നദീഫ് യുംകിനുൽ ഇൻസാനു അൻ യമുത ഫീ. ഇവിടെ തന്നെ തൊട്ടടുത്തുണ്ടൊരു സ്ഥലം, നല്ല വൃത്തിയുള്ള സ്ഥലമാണ്. നിങ്ങൾ ചോദിച്ച നിങ്ങളുടെ മനസ്സിലുള്ള ആ സംഗതികൾക്കൊക്കെ പറ്റിയ സ്ഥലമാണ്, മരിക്കാൻ പറ്റിയ സ്ഥലമാണ്. ഇയാൾ ചോദിച്ച സൗകര്യങ്ങളൊക്കെ ചോദിക്കപ്പെട്ട മംഷാദ് തയ്യൂരിക്കറിയാം. തൊട്ടടുത്ത് കൂടെ ഒരു ചോല എങ്ങനെ ഒഴുകുന്നുണ്ട്, ആ ചോലൻ്റെ അടുത്തേക്കാണ് ചൂണ്ടിക്കാണിച്ചത്. ഈ ഫക്കീർ ഓടിച്ചെന്ന് ആ ചോലയിലിറങ്ങി, ഫജദ്ദദൽ ഫക്കീറുൽ ഉദൂ, ഈ സാധുവായ മനുഷ്യൻ ഉദൂ ഒന്ന് പുതുക്കിയെടുത്തു. എന്ന് പറഞ്ഞാൽ നേരത്തെ ഉദൂ ഉണ്ട്,
ഉറപ്പല്ലേ ദായിമുൽ ഉദു ആയിരിക്കും ഇങ്ങനത്തെ ആളുകൾ എന്ന് നമുക്ക് ഉറപ്പന്നല്ല, അങ്ങനത്തെ എത്ര വലിയ പവറിലെത്തിയ ആളുകൾ. അപ്പോൾ ആ ഉദു ഒന്ന് പുതുക്കി, ഫറക്കഅ മാഷാ അല്ലാഹ്, എത്രയാണോ അള്ളാഹു ഉദ്ദേശിച്ചത് അത്രയും അവിടെ നിന്ന് ഇങ്ങനെ നിസ്കരിച്ചു. അങ്ങനെ ഫജലസ, ഇരുന്നു, വമദ്ദരിജ്ലൈ, രണ്ട് കാലും അങ്ങ് നീട്ടി മലർന്നങ്ങ് കിടന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് സന്തോഷപൂർവ്വം അങ്ങ് മരിച്ചു. അങ്ങനെയൊക്കെ മരിക്കാൻ നമുക്ക് കഴിയോ? ഒരു വെപ്രാളുമില്ല, ഒരു പ്രയാസമില്ല, ഒരു വിഷമവുമില്ല, ഈമാനോടുകൂടി അങ്ങ് മരിപ്പിച്ചു. റബ്ബെ, എപ്പോഴാണ് മരണം എന്നറിയൂല, മരണം വരുന്ന സമയത്ത് ഒരുങ്ങി മരിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണം റഹ്മാനെ. കിടന്ന് കലിമയൊക്കെ ഉറപ്പിച്ച് ചൊല്ലി ഒരു 2 റക്അത്തൊക്കെ നിസ്കരിച്ച് ആ സന്തോഷപൂർവ്വം മരിക്കാനുള്ള തൗഫീക്ക് നൽകണം റഹ്മാനെ. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ, ഇവർക്ക് പേടിയില്ലാതിരിക്കാൻ കാരണം അതായിരുന്നു. ഇവർക്കൊരു ബേജാറുമില്ല മരിക്കുമോ എന്നുള്ള കാര്യത്തിൽ. കാരണം മരിച്ചു എന്നാൽ ഇവർക്ക് നല്ല പ്രതിഫലമാണ് കിട്ടാനുള്ളത് എന്ന് ഇവർക്ക് ഉറപ്പാണ്. മരിച്ചു എന്നാലല്ലേ നമുക്ക് ഉഷാറ്. അപ്പോൾ മരിച്ചു എന്നാൽ അങ്ങനെ ആ മരിച്ചു എന്ന കാര്യത്തിൽ ബേജാറുണ്ടാവില്ല. അദ്ദുന്യ സിജുനുൽ മുഅ്മിനി വജന്നത്തുൽ കാഫിർ. ദുനിയാവിന്റെ ഊരാ കൊടുക്കുന്ന രക്ഷപ്പെട്ടല്ലോ എന്നാ വിശ്വാസിക്കുണ്ടാവുക. ദുനിയാവ് വിശ്വാസിയുടെ ജയിലറയാണ്, അതേ സമയം അവിശ്വാസിയുടെ സ്വർഗമാണ്. അവന് ഇവിടുന്നാൾ പോണതാ പേടി. അത് പറയാൻ പോകുന്നുണ്ട്, അവനെ കുറിച്ചാണ് ഇനി പറയുന്നത്. വമ്മാ ഇൻ കാന മിനൽ മുകദ്ദിബീന ളാലീൻ, വമ്മാ ഇൻ കാന മിനൽ മുകദ്ദിബീന ളാലീൻ. അപ്പോൾ ഇവൻ വഴി പിഴച്ചവരുടെ കൂട്ടത്തിലും പരലോക വിശ്വാസം നഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിലുമാണ് ഉള്ളതെങ്കിൽ ഫനുസുലും മിൻ ഹമീം, അവന് ചീഞ്ചലത്തിന്റെ സൽക്കാരമാണ്. ഫനുസുലും മിൻ ഹമീം, അവന് ചീഞ്ചലത്തിന്റെ സൽക്കാരമാണ്. സുബ്ഹാനല്ലാഹ്, ചീഞ്ചലം കൊണ്ടുള്ള പ്രഥമ സൽക്കാരമാണ്. നമ്മൾ നേരത്തെ പഠിച്ചു, ഞാൻ വിശദീകരിക്കേണ്ടതില്ല. ശാരിബൂന അലൈഹി മിനൽ ഹമീം ഫശാരിബൂന അലൈഹി മിനൽ ഹമീം ഫശാരിബൂന ശുർബൽ ഹീം. ദാഹിച്ചു വലഞ്ഞ ഒട്ടകം കുടിക്കും പോലെ, പോത്ത് കുടിക്കും പോലെ ശരീരത്തിൽ നിന്നൊടിക്കുന്ന ചീഞ്ചലം കുടിക്കേണ്ടി വരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞതാ. ആ കുടിക്കേണ്ടി വരും ഇവൻ. കണ്ടോ, ഇത് വെച്ചിട്ടാ ഇബ്നു അബ്ബാസ് പറഞ്ഞത്, ഭൂമിയിൽ നിന്ന് മരിക്കുന്ന സമയത്തു തന്നെ നരകാവകാശിയാണോ, പച്ച കാഫിറാണോ, അല്ലെങ്കിൽ ആസിയായ മോമിനാണോ, അവൻ ഈ ദുനിയാവുന്നങ്ങ് പുറപ്പെടൂല. ഹത്താ യശ്റബ കഅസം മിനൽ ഹമീം, ഒരു കപ്പ് ഹമീമെങ്കിലും മരിക്കുന്നതിന്റെ മുമ്പ് തന്നെ അവൻ കുടിക്കേണ്ടി വരും എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ. എന്ന് പറഞ്ഞാൽ മരണവെപ്രാളം അത്രയും കടുപ്പുള്ളതായിരിക്കും. എവിടുന്നാന്നൊന്നും അറിയില്ല, നമ്മുടെ തൊണ്ടയിലേക്ക് ഒഴിക്കും ചൂടുള്ള വെള്ളം. അവൻ കുടിക്കേണ്ടി വരും, ദുനിയാവും തന്നെ അവൻ അനുഭവിക്കേണ്ടി വരും. വഅമ്മാ ഇൻ കാന മിനൽ മുകദ്ദിബീന ളാലീൻ ഫനുസുലും മിൻ ഹമീം വതസ്ലിയതു ജഹീം. പിന്നെ നരകത്തിൽ കടത്തലാണ്. അത് കഴിഞ്ഞാൽ നരകത്തിൽ കടത്തലാണ്. നരകത്തിൽ കടത്തിയിട്ട് കത്തിക്കരിക്കലാണ്, കത്തിച്ചു കരിച്ചു കളയലാണ്. വതസ്ലിയതു ജഹീം ഇന്ന ഹദാ ലഹുവ ഹഖുൽ യഖീൻ. ഇത് ബോധ്യപ്പെടലിന്റെ അവസാന ചിത്രമാണ്. ഇന്ന ഹദാ ലഹുവ ഹഖുൽ യഖീൻ, ഇന്ന ഹാദാ ലഹുവ ഹഖുൽ യഖീൻ. ഇൻഷാ അല്ലാഹ് അത് ഞാൻ പറയാം. അവിടെ കുറേ കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. ഇൻഷാ അല്ലാഹ് ആ കാര്യങ്ങൾ നമുക്ക് പറയാം. അതിൻ്റെ മുമ്പ് ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങൾ ചിന്തിച്ചോ, അല്ലാഹു തആല ഇപ്പോൾ ഈ സൂറത്തു വാഖിയയിലൂടെ അല്ലാഹു 3 വിഭാഗം ജനങ്ങളെ പറ്റിയാണ് പറഞ്ഞത്. മുഖറബീങ്ങൾ, അസ്ഹാബുൽ യമീൻ, അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു പോന്നു. നേരത്തെ ഇപ്പൊ നമ്മൾ അയ്യുഹൽ ളാല്ലൂനൽ മുകദ്ദിബൂൻ സുമ്മ ഇന്നക്കും അയ്യുഹൽ ളാല്ലൂനൽ മുകദ്ദിബൂൻ, വഴി പിഴച്ചവരെ, കളവാക്കിയവരെ, അങ്ങനെയാ നേരത്തെ വിളിച്ചത്. ഇപ്പൊ വിളിച്ചത് നേരെ തിരിച്ച്. ഇപ്പൊ പറഞ്ഞത് അമ്മാ ഇൻ കാന മിനൽ മുകദ്ദിബീന ളാല്ലീൻ, കളവാക്കി വഴി പിഴച്ചവർ. എന്താണ് അത് തമ്മിലുള്ള വ്യത്യാസം? മഹാനായ ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ഇവിടെയാണ് അസ്ഹാബു ശിമാൽ കാഫിരീങ്ങൾ മാത്രമല്ല ഇമാം റാസി എപ്പോഴും പറയുന്ന ആ കാര്യം ബോധ്യപ്പെട്ടത്. കാരണം എന്താ, ളാല്ലീൻ മുകദ്ദിബീൻ എന്ന് പറയുമ്പോ ആദർശത്തിൽ പിഴച്ചു, അമ്പിയാക്കളെയും അള്ളാഹുവിനെയും കളവാക്കി, അതിൽ നിന്ന് പിഴച്ചു, ദീനിൽ നിന്ന് പിഴച്ചുപോയി. ദീനിൽ നിന്ന് ലാലായി പിഴച്ചുപോയാൽ
പിഴച്ചത് കാരണമായി അവൻ കളവാക്കി. പരലോകം നിഷേധിച്ചത് എന്തേ കാരണം? ആദ്യം തന്നെ പിഴച്ചു പോയതുകൊണ്ട്, അള്ളാഹിന്റെ റസൂലിനെ അംഗീകരിക്കാത്തത് കൊണ്ടാണ് പരലോകം നിഷേധിച്ചത്. അവരെ കുറിച്ച് ആദ്യം പറഞ്ഞ അയ്യുഹൽ മുകദ്ദിബൂൻ. എന്നാൽ ഇവിടെ പറഞ്ഞതോ അയ്യുഹൽ ഇവിടെ കളവാക്കി എന്ന കാരണം കൊണ്ടാ പിഴച്ചു പോയത്. ഈമാനൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ എന്ത് ചെയ്തു? പരലോകം ഉണ്ടാവൂലേ എന്ന് മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു സംശയം, അതുള്ളത് കൊണ്ട് അവൻ കൂത്താടി, അവൻ കേടുവന്നു. അപ്പൊ കളവാക്കി എന്ന് പറഞ്ഞാൽ പരലോക സാധ്യതയെ കളവാക്കാം. പരലോക സാധ്യതയെ കളവാക്കി പിഴച്ചവരുണ്ട്, പിഴച്ച് കളവാക്കി പോയവരുണ്ട്. അമുസ്ലിമീങ്ങളായതുകൊണ്ട് കളവാക്കിയവരുണ്ട്, മുസ്ലിമായി കളവാക്കി എന്ന കാരണം കൊണ്ട് പരലോകം ഉണ്ടാകുന്ന ഉറപ്പില്ലാത്തത് കൊണ്ട് പിഴച്ചു പോയവരുണ്ട്. അപ്പൊ ആസികളായ മുഅ്മിനീങ്ങളും പെടും, അതുപോലെ തന്നെ പക്കാ കാഫിരീങ്ങളും പെടും, എല്ലാവരും അസ്ഹാബു ശിമാലിൽ പെടും, നരകാവകാശികൾ മുഴുവനും പെടും. അതുകൊണ്ടാണ് ഇങ്ങനെ പ്രയോഗിച്ചത്. ഇനി ഇവരെ കുറിച്ച് അല്ലാഹു തആല പറഞ്ഞത് നിങ്ങൾ ചിന്തിക്കണം. അല്ലാഹു തആല വളരെ ഗൗരവത്തിൽ ഈ 3 വിഭാഗത്തെ പറയുമ്പം നമുക്ക് പല ശൈലികൾ ഇങ്ങനെ മാറി. ആദ്യമായി മുഖറബീങ്ങളെ പരിചയപ്പെടുത്തിയത് സാബിഖീൻ എന്നാണ്, പിന്നെ പരിചയപ്പെടുത്തിയത് 2 സ്ഥലത്തും മുഖറബീൻ എന്നാണ്. വസ്സാബിഖൂന സാബിഖൂൻ ഉലൈകൽ മുഖറബൂൻ, പിന്നെ ഫഅമ്മാ ഇൻ കാന മിനൽ മുഖറബീൻ. 3 സ്ഥലത്തും പരിചയപ്പെടുത്തിയത് 1 സാബിഖ്, 2 സ്ഥലത്ത് മുഖറബീങ്ങൾ. എന്താ അതിന്റെ കാരണം? അതിന്റെ കാരണം അവർക്ക് 2 സ്വഭാവമുള്ളത്. അവർക്ക് 2 സ്വഭാവമുള്ളത്. 1 സാബിഖ്, 1 മുഖറബ്. സാബിഖ് എന്ന് പറഞ്ഞാൽ നന്മയിൽ മുന്നേറുന്നവൻ, ദുനിയാവിൽ അവൻ നന്മയിൽ മുന്നേറുന്നവനാണ്. ആദ്യത്തെ ഘട്ടം അവനുണ്ടായിരുന്ന ആദ്യത്തെ അവസ്ഥ സാബിഖാണ്, നന്മയിൽ മുന്നേറി, നന്മയുടെ പക്ഷത്ത് എല്ലായിടത്തും 1-ാം സഫിൽ അവനെ കാണപ്പെട്ടു. അങ്ങനെ അവൻ മുഖറബായി, അള്ളാന്റെ അടുത്ത് മുഖറബായി. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ മുഖറബാണ്. ഇനി അസ്ഹാബുൽ യമീനിനെ പരിചയപ്പെടുത്തിയതോ? ആദ്യം പരിചയപ്പെടുത്തിയത് ഫഅസ്ഹാബുൽ മൈമനതി മാ അസ്ഹാബുൽ മൈമന. ആദ്യം ഭാഗ്യവാന്മാരെന്നാ പറഞ്ഞത്, സൗഭാഗ്യവാന്മാർ. രണ്ടാമത് പറഞ്ഞത് അസ്ഹാബുൽ യമീൻ, വലതു കൈയിൽ കിതാബ് കൊടുക്കുന്നവർ. ഭൂമിയിൽ അവർ സൗഭാഗ്യവാന്മാരാണ്, കൂടുതൽ അമലൊന്നും ചെയ്തിട്ടല്ല, അള്ളാന്റെ കനിവ് കൊണ്ട് രക്ഷപ്പെട്ടവരാ. ഭൂമിയിൽ അവർ സൗഭാഗ്യവാന്മാരാണ്. ആഖിറത്തിലെത്തുമ്പോഴോ അവർ അസ്ഹാബുൽ യമീനാണ്, വലതു കൈയിൽ കിതാബ് നൽകപ്പെടുന്നവരാണ്. അസ്ഹാബുൽ മശ്അമ, ഭൂമിയിൽ അവർ ഹതഭാഗ്യരാണ്, എല്ലാ വേണ്ടാത്തരത്തിലും ചെന്ന് വീണവരാണ്, എല്ലാ വേണ്ടാത്തരത്തിലും ചെന്ന് വീണവരാണ്, ഹതഭാഗ്യരാണ്. ജനങ്ങൾ അവരെ വെറുത്തു, അള്ളാഹു അവരെ വെറുത്തു, മഹാന്മാരവരെ വെറുത്തു, അവർ ഹതഭാഗ്യരാണ്. നാളെ പരലോകത്തെത്തുമ്പോൾ അവർ അസ്ഹാബു ഷിമാലാണ്, ഇടതു കൈയിൽ കിതാബ് നൽകപ്പെടുന്നവരാണ്. അങ്ങനെ പിഴച്ചവരും കളവാക്കി പിഴച്ചവരും പിഴച്ച് കളവാക്കിയവരും ഒക്കെയാണ് അവർ. അതുകൊണ്ട് തന്നെ ഈ വിഭാഗത്തിൽ എല്ലാവരും പെടുന്നുണ്ട് എന്ന് പറഞ്ഞ ഈ ആശയങ്ങളൊക്കെയും ബഹുമാനപ്പെട്ട ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി, ആ ഇമാം റാസി തന്നെ പറയുന്നു. എന്നിട്ട് അവരെ കുറിച്ച് കാരണം പറഞ്ഞു, അവർ ലാലിങ്ങളും മുഖദിബീങ്ങളും ആയതുകൊണ്ടാണ്, പിഴച്ചു പോയവരായതുകൊണ്ടും പരലോകം വേണ്ടത്ര വിശ്വസിക്കാത്തത് കൊണ്ടുമാണ് നരകത്തിൽ കടന്നത്. കാരണം മറ്റുള്ളവരെ കുറിച്ച് കാരണം പറഞ്ഞില്ല, കാരണം അവരോട് കാരണം പറയേണ്ടതില്ല. അത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. പ്രതിഫലം തരുമ്പോൾ കാരണം ഉദാരൻ, എന്തുകൊണ്ട് ഞാൻ ഉദാരത ചെയ്തു എന്ന് കാരണം പറയണ്ട, നേരെ മറിച്ച് നീതിമാൻ ശിക്ഷിക്കാൻ കാരണം പറഞ്ഞുകൊള്ളണം. അപ്പൊ നീതിമാനായ റബ്ബ് കാരണം പറയും, പ്രതിഫലം നൽകുന്ന റബ്ബ് കാരണം പറയണമെന്നില്ല. ഇങ്ങനെ അങ്ങോട്ട് കൂട്ടിവെക്കുമ്പോൾ വല്ലാത്ത സൗന്ദര്യമുണ്ട് സൂറത്തുൽ വാഖിയിലെ വചനങ്ങൾക്ക്. ഇനി ഇതാ അവസാനിപ്പിക്കുകയാണ്. ഇവനെ നരകത്തിൽ കടത്തി. ഇന്ന ഹദാ ലഹുവ ഹഖ്ഖുൽ യഖീൻ, തീർച്ചയായിട്ടും ഇത് ഹഖ്ഖുൽ യഖീനാണ്. ഇത് ഉറപ്പ് ഇങ്ങോട്ട് ശരിക്കും ഇങ്ങോട്ട് തറോ ആകുന്ന ടൈമാണ്. എന്താ അങ്ങനെ പറയാൻ കാരണം? ഖുർആനിൽ അള്ളാഹു പ്രയോഗിച്ചതാകെ 3 യഖീനാണ്. ഇതൊക്കെ ശരിക്കും ബോധ്യപ്പെടണം. അപ്പോഴേ നമുക്ക് മനസ്സിലാവും. ഖുർആനിൽ ഇങ്ങനെ കാണും ഇൽമുൽ യഖീൻ, ഐനുൽ യഖീൻ, ഹഖുൽ യഖീൻ. ഈ യഖീൻ അല്ലാതെ വേറൊന്നും പറഞ്ഞിട്ടില്ല. യഖീന്റെ സ്റ്റെപ്പുകൾ പറഞ്ഞപ്പോൾ 3 യഖീനുകളാ പറഞ്ഞു. യഖീൻ ഉണ്ട്, അതെല്ലാം പെടും. യഖീൻ അല്ല, ഇൽമുൽ യഖീൻ, ഐനുൽ യഖീൻ, ഹഖുൽ യഖീൻ. ഇങ്ങനെയാണ് അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്. ഇൽമുൽ യഖീൻ, ഐനുൽ യഖീൻ, ഹഖുൽ യഖീൻ. എന്താണ് ഇൽമുൽ യഖീൻ? ഇൽമുൽ യഖീൻ എന്ന് പറഞ്ഞാൽ, എനിക്ക് ഒരു കൂട്ടുകാരൻ ഒരു കാര്യം പറഞ്ഞു തന്നു, ഞാൻ അതാണ് വിശ്വസിച്ചു. ഞാൻ ആ സാധനം കണ്ടിട്ടില്ല, ഞാൻ വിശ്വസിച്ചു. അപ്പൊ എനിക്ക് കിട്ടിയ ആ ഉറപ്പുണ്ടല്ലോ, ഇതിന്റെ പേരാണ് ഇൽമുൽ യഖീൻ. ഞാനൊരു പുസ്തകത്തിൽ വായിച്ച ഒരു വിവരം, ഞാനത് വിശ്വസിച്ചു, ഇതിന്റെ പേരാണ് ഇൽമുൽ യഖീൻ. പറഞ്ഞു വരുന്നത് ഇൻഷാ അല്ലാഹ് പരലോകത്തേക്ക് ഇങ്ങോട്ട് ബന്ധിപ്പിക്കാം. അതിന് മുമ്പ് അത് തിരിയാൻ വേണ്ടി ഒരു ഉദാഹരണം പറയാം. ഗൾഫിൽ നിന്ന് വന്ന കൂട്ടുകാരൻ നിങ്ങളോട് പറഞ്ഞു, ഒരു അപൂർവ പഴത്തെക്കുറിച്ച് പരിചയപ്പെടുത്തി, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാധനം പരിചയപ്പെടുത്തി.
ഞാനൊരു സാധനം കണ്ടു, ഞാനൊരു ജീവിയെ കണ്ടു, ഒരു അപൂർവ ജീവിയാണ്. എന്താണ് ആ ജീവി? ഇയാൾ ആ ജീവിയുടെ രൂപമൊക്കെ ഇങ്ങനെ പറഞ്ഞു. കണ്ടാൽ തോന്നും, അതിൻ്റെ ഉടല് കണ്ടാൽ തോന്നും നായയാണ്, തല കണ്ടാൽ തോന്നും നരിയാണ്, ഇങ്ങനെ വാല് കണ്ടാൽ തോന്നും അതൊന്നുമല്ല വേറെ ഒരു ജീവിയാണ്. ഇങ്ങനെ ഓരോ ജീവികളുടെയും തലയും വാലും ഒടലും ഒക്കെ ആക്കിയിട്ട് ഇയാൾ ഇങ്ങനെ അവതരിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഒരു അപൂർവ ജീവി, അല്ലെങ്കിൽ ഒരു അപൂർവ പഴം. ഇപ്പൊ ഉദാഹരണത്തിന് ഇയാൾ വന്നിട്ട് പറഞ്ഞു, ഞാനൊരു പഴം തിന്നു ഗൾഫിൽ നിന്ന്, ഓറഞ്ചിന്റെ രൂപമാണ്, കണ്ടാൽ ഓറഞ്ചാണ്. തിന്നാൻ വേണ്ടി അത് മുറിക്കുന്ന സമയത്ത് അതിൽ നിന്ന് വരുന്ന സ്മെല്ല് കേട്ടാൽ അത് പൈനാപ്പിൾ പോലെയാ, പക്ഷെ തിന്നു നോക്കുമ്പോൾ മാമ്പഴത്തിന്റെ രുചിയാ. ഒരു ഉദാഹരണം, ഇയാൾ ഒരു അപൂർവ പഴം പരിചയപ്പെടുത്തി, അതങ്ങ് വിശ്വസിച്ചു. ഇങ്ങനെ ഒരു പഴം ഉണ്ട് എന്ന് ഇവൻ അങ്ങ് വിശ്വസിച്ചു വെച്ചു. ഈ വിശ്വാസത്തിന്റെ പേരാണ് ഇൽമുൽ യഖീൻ. കാരണം ഇയാൾ പറഞ്ഞ വിവരം അയാൾക്കുള്ളത് ഇൽമിന്റെ അടിസ്ഥാനത്തിൽ കിട്ടിയ ഉറപ്പിനാണ് ഇൽമുൽ യഖീൻ എന്ന് പറയാം. പറഞ്ഞു കേട്ടിട്ടോ വായിച്ചിട്ടോ കിട്ടിയ ഉറപ്പ്, ഇതിനാണ് ഇൽമുൽ യഖീൻ എന്ന് പറയുക. ശരിക്കും അങ്ങനെ വരുമ്പോ യഖീനുൽ ഇൽമ് എന്നിങ്ങോട്ട് തിരിച്ചല്ലേ പറയേണ്ടത് എന്ന് പണ്ഡിതന്മാർക്കൊരു പക്ഷേ സംശയമുണ്ടായേക്കാം. അവർക്കറിയാം, ഉസ്താദുമാർക്കറിയാം, നേരെ തല തിരിച്ചിടുമ്പോൾ ഒന്നും കൂടെ സൗന്ദര്യം കൂടുകയാണ്, സാഹിത്യ ശൈലിക്ക് ഒന്നും കൂടെ ഭംഗി കൂടുകയാണ്. അതുകൊണ്ടാണ് ഇൽമുൽ യഖീൻ എന്ന് പറഞ്ഞത് എന്നൊക്കെ മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇൽമുൽ യഖീൻ ഇൽമിന്റെ അടിസ്ഥാനത്തിൽ കിട്ടിയ ഉറപ്പ്. പിന്നെ അടുത്ത പ്രാവശ്യം വരുമ്പോൾ അയാളത് കൊണ്ടുവന്നു, ആ പഴം ഇങ്ങനെ കാണിച്ചു തന്നു. ആ പഴം ഇങ്ങനെ കാണിച്ചു തന്നിട്ട് അയാൾ ചോദിച്ചു, ഇതാ കണ്ടോ, ഇതാണ് ആ പഴം. അപ്പൊ ഓറഞ്ചിന്റെ രൂപമാണ്, മണമെന്താ, സ്മെല്ലെന്താ, ടേസ്റ്റ് എന്താ, രുചി എന്താ, അത് ഇപ്പോഴും പറയാനായിട്ടില്ല. നിഷേധത്തിന് പഴുതിപ്പോഴും ബാക്കി നിൽക്കുന്നുണ്ട്. എന്നാലും സാധനത്തിന്റെ രൂപം ഓറഞ്ച് പോലെയാണെന്ന് ബോധ്യപ്പെട്ടു. നേരത്തെ അതും ഉറപ്പില്ലായിരുന്നു, ഇപ്പൊ ഒന്നും കൂടെ ഉറപ്പായി. ഇതിന്റെ പേരാണ് ഐനുൽ യഖീൻ. ഐൻ എന്ന് പറഞ്ഞാൽ കണ്ണ്, കണ്ണിൽ കണ്ടുറപ്പായത്. കണ്ണിൽ കണ്ടുറപ്പായതിനാണ് ഐനുൽ യഖീൻ എന്ന് പറയുക. ഇനി അയാൾ ഒരു കഷ്ണം അങ്ങ് മുറിച്ചു, മണത്തു നോക്കാൻ പറഞ്ഞു, മണത്തു. ഒരു കഷ്ണം തിന്നാൻ പറഞ്ഞു, നല്ലോണം തിന്ന് ചവച്ചാട്ട് ഇറക്കി. അപ്പൊ സംഗതി ശരിയാ, പൈനാപ്പിളിന്റെ വാസനയാ, കണ്ടാൽ ഓറഞ്ചാണ്, തിന്നു നോക്കുമ്പോൾ നല്ല മാമ്പഴം പോലെ തോന്നുന്നത്. അപ്പൊ അവൻ ഉറപ്പിച്ചു ഇങ്ങനെ ഒരു പഴമുണ്ട്. ഇനി ഇവനെ നിഷേധിക്കാൻ പഴുതില്ലല്ലോ. ഇതിന്റെ പേരാണ് ഹഖുൽ യഖീൻ. ഉറപ്പല്ല, ഉറപ്പ് ശരിക്കങ്ങോട്ട് തറവായിരിക്കുകയാണ്. ഇതിനാണ് ഹഖുൽ യഖീൻ എന്ന് പറയുക. ഇത് ശരിക്കും തറവായ ഉറപ്പാണ്. ഇതിനി ഒരാൾക്കും ഇളക്കാൻ കഴിയൂല. ഇവനോട് ഞാൻ ഈ പഴല്ല എന്ന് പറഞ്ഞാലും ഇവനത് നിഷേധിക്കൂല, കാരണം ഇവന്റെ അനുഭവമാണ്. അപ്പൊ അനുഭവപ്പെട്ട് അനുഭവത്തിൽ വരുന്ന ഉറപ്പിനാണ് ഹഖുൽ യഖീൻ എന്ന് പറയുക. അതേ രൂപത്തിൽ ഈ നരകവും സ്വർഗവും പരലോകവും ഒക്കെ നമുക്ക് കിട്ടിയ ഉറപ്പ്, ഒന്നാമത്തെ ഉറപ്പെന്താ? ഒന്നാമത്തെ ഉറപ്പേതാ? ഇൽമുൽ യഖീൻ. നമ്മൾ കണ്ടിട്ടില്ല, നമ്മൾ കേട്ടതാ. അത് റസൂല് പറഞ്ഞു ഇങ്ങനെയൊക്കെ വരും മക്കളെ, നമ്മളത് വിശ്വസിച്ചു. നമ്മളത് വിശ്വസിച്ചു, കിതാബിൽ കണ്ടു, നമ്മളത് വായിച്ചു, നമ്മളത് വിശ്വസിച്ചു. ഇതാണ് ശരിക്കും ഇൽമുൽ യഖീൻ. അതിനും എന്ത് വേണം? പറയുന്ന ആളെ വിശ്വാസം വേണം കേട്ടോ ഇൽമുൽ യഖീൻ വരണമെങ്കിൽ. നേരെ മറിച്ച് ചിലരുണ്ട്, ഗൾഫിൽ പോയാൽ ഓൻ തിന്നാത്ത പഴവും ഓൻ കാണാത്തൊരു സാധനവും ഉണ്ടാവില്ല, അങ്ങനെ ആയ വിശ്വാസം ഉണ്ടാവില്ല. നേരെ മറിച്ചോ ഓനെ നമുക്ക് വിശ്വാസം ഉള്ള ഒരാളാണെങ്കിൽ അയാൾ പറഞ്ഞു വിശ്വസിക്കും. അപ്പൊ അള്ളാഹു റസൂല് പറഞ്ഞ നമുക്ക് അത്രയും വിശ്വാസമാണ്, അതുകൊണ്ട് ഇൽമുൽ യഖീൻ കിട്ടി. അപ്പൊ ഒന്നാമത്തെ സ്റ്റെപ്പ് ഇൽമുൽ യഖീനാണ്. രണ്ടാമത്തെ സ്റ്റെപ്പ് ഇനി നാളെ പരലോകം നമ്മൾ കാണലാണ് കൺമുമ്പിൽ. അപ്പൊ നരകമൊക്കെ കൺമുമ്പിക്ക് ഇങ്ങനെ വരും. ലതറവുന്നൽ ജഹീം അല്ലെ, നരകം കൺമുമ്പിൽ വരും. കൺമുമ്പിൽ കാണുമ്പോഴാണ് ഐനുൽ യഖീനാകുക. ശരിക്കാട് കണ്ണിൽ കണ്ട് ബോധ്യപ്പെടല അപ്പോഴാ, ഓ ശരി തന്നെയാണ്. ആ തീപ്പൊരികൾ സുബ്ഹാനല്ലാഹ്, ഇന്നഹാ തർമീ ബിശറരിൻ കൽ ഖസർ, കൊട്ടാരത്തിന്റെ ഉയരത്തിലുള്ള, കൊട്ടാരത്തിന്റെ ഉയരമുള്ള വലിയ വലിയ തീപ്പൊരികൾ എറിയുന്ന നരകമാണ്. ശരിയാണല്ലോ, കൊട്ടാരത്തിന്റെ ഉയരത്തിലാ തീപ്പൊരി പറക്കുന്നതെന്ന് നമ്മൾ അഭിപ്രായം പറയും. വലിയ ഒട്ടകത്തിന്റെ വലുപ്പമുണ്ട് ആ തീപ്പൊരിയുടെ വണ്ണം നമ്മൾക്ക് ബോധ്യപ്പെടും. കാരണം അത് കൺമുമ്പിൽ കാണാൻ പോകുന്നുണ്ട്. കടന്നിട്ടില്ല, ആ കണ്ട അവിടെ നിൽക്കാൻ കഴിയണം, കടക്കരുത്, കണ്ടു നിൽക്കാൻ കഴിയണം. ഇതിന്റെ പേരാണ്, ഇപ്പം കിട്ടുന്ന ഉറപ്പാണ് ഐനുൽ യഖീൻ. ഇനി ആ നരകത്തിൽ കടന്നു കത്തി, ഓ പറഞ്ഞതൊക്കെ ശരിയാണ്, പറഞ്ഞതിലേറെ ഗൗരവാൻ എന്നാണ് ബോധ്യപ്പെടുമ്പോഴുള്ള ആ ഹഖിനാണ്, ആ യഖീനിനാണ് ഹഖുൽ യഖീൻ എന്ന് പറയാ. അതുകൊണ്ട് തന്നെ അല്ലാഹു തആല ഈ മൂന്ന് യഖീനും പരാമർശിച്ചത് അങ്ങനെയാണ്. ആദ്യം ഇൽമുൽ യഖീൻ,
കല്ലാ സൗഫ തഅലമൂൻ കല്ലാ ലൗ തഅലമൂന ഇൽമൽ യഖീൻ. വേണ്ട, ഇക്കളിയൊക്കെ അവസാനിപ്പിക്കും. നിങ്ങൾ ശരിക്കും നിങ്ങൾക്ക് ഉറപ്പായിട്ട് വിഷയങ്ങൾ നിങ്ങൾക്ക് അറിയുമെങ്കിൽ, അള്ളാഹു റസൂലും പറഞ്ഞത് നിങ്ങൾക്ക് ഇൽമുൽ യഖീൻ ഉണ്ടെങ്കിൽ, ഉറപ്പുണ്ടെങ്കിൽ നിർത്തിക്കാളി മക്കളെ. ലതറവുന്നൽ ജഹീമ സുമ്മ ലതറവുന്നഹാ ഐനൽ യഖീൻ. പിന്നെ നിങ്ങൾ നരകം കൺമുമ്പിൽ കണ്ട് നിങ്ങൾക്കത് ബോധ്യപ്പെടും. സുമ്മ ലതറവുന്നഹാ ഐനൽ യഖീൻ. പിന്നെ കൺമുമ്പിൽ കണ്ട് നിങ്ങൾക്കത് ബോധ്യപ്പെടാൻ പോകുന്നുണ്ട്. ഉണ്ടോ? കൺമുമ്പിൽ കാണുമ്പോഴാണ് ഐനുൽ യഖീനാകുക. ഇനി ഹഖുൽ യഖീന് നരകത്ത് കടത്തിയെങ്കിലേ ആവുള്ളൂ. അതുകൊണ്ട് തന്നെ അല്ലാഹു തആല അത് അവിടെ പറഞ്ഞില്ല. അവിടെ നരകത്ത് കടത്തുന്ന കഥ പറഞ്ഞില്ല. എന്തുകൊണ്ട് പറയാൻ പാടില്ല? അവിടെ നരകത്ത് കടത്തുന്ന വിഷയം അല്ല, നരകത്തെ കടത്തുന്ന കഥ പറയാത്തത് കൊണ്ട് ഹഖുൽ യഖീൻ പറയാൻ പാടില്ല. ഹഖുൽ യഖീൻ പറയാൻ നരകത്ത് കടത്തി എന്ന് പറഞ്ഞിട്ടാ. അതുകൊണ്ടാണ് സൂറത്തുൽ വാഖിയയിൽ അല്ലാഹ് നരകത്ത് കടത്തി കത്തിക്കുന്ന കഥയാ പറയുന്നത്, തസ്ലിയത്തു ജഹീം. അപ്പൊ ശരിക്കും പറയാം, ഇന്ന ഹാദാ ലഹു ഹഖുൽ യഖീൻ. ഇത് ഹഖുൽ യഖീനാണ്. ഇതിന് ആർക്കും സംശയം ഉണ്ടാവില്ല. കിടന്നിങ്ങനെ കത്തി വിഷമിച്ച് സങ്കടപ്പെട്ട് വിളിച്ചു കൂവി പറയുമ്പോ അവിടെ ശരിക്കും ബോധ്യപ്പെടും. സുഹൃത്തുക്കളെ, അവിടെ എത്തുന്നതിന്റെ മുമ്പ് തന്നെ ബോധ്യപ്പെടണം. ഇവിടുന്ന് തന്നെ ഹഖുൽ യഖീനാവണം. അതാണ് മഹാന്മാരായ സ്വഹാബത്തുൽ കിറാം പരലോകം എന്ന് കേൾക്കുമ്പോഴേക്ക് രക്തം കട്ട പിടിച്ചിരുന്ന സ്വഹാബത്തുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ചരിത്രകാരൻ കഴിഞ്ഞകാല മുൻഗാമികളില് നരകെന്ന് കേൾക്കുമ്പോഴേക്ക് അത് വല്ലാത്തൊരു ഷോക്ക. രക്താണ് കട്ട പിടിച്ചു പോവുക. ശരിക്കങ്ങോട്ട് നിന്നുപോകുക, രക്തപ്രവാഹം നിന്നു പോകുക. എന്താണ് ആ സംഭവം? രക്തത്തിന്റെ ഓട്ടം നിന്നു പോകുക എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടാവുമോ പരലോകം ചിന്തിച്ചിട്ട്? എന്നിട്ട് അല്ലാഹു പറഞ്ഞു, ഫസബ്ബിഹ് ബിസ്മി റബ്ബിക്കൽ അദീം. അതുകൊണ്ട് നിങ്ങളുടെ ഉന്നതനായ രക്ഷിതാവിനെ നിങ്ങൾ പ്രകീർത്തിക്കുക. ഫസബ്ബിഹ് ബിസ്മി റബ്ബിക്കൽ അദീം. ഉന്നതനായ രക്ഷിതാവിനെ നിങ്ങൾ പ്രകീർത്തിക്കുക. ഈ ആയത്തിറങ്ങിയപ്പോഴാണ് റുകൂഇൽ ചൊല്ലാനുള്ള ദിക്ർ കിട്ടുന്നത്. ഫസബ്ബിഹ് ബിസ്മി റബ്ബിക്കൽ അദീം എന്നിറങ്ങിയപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഇജ്അലുഹാ ഫീ റുകൂഇക്കും. അത് നിങ്ങളുടെ റുകൂഇൽ അവിടെ കിടന്നോട്ടെ. സുബ്ഹാന റബ്ബിയൽ അദീം വബിഹംദിഹി എന്ന് നമ്മൾ ചൊല്ലിയത് അങ്ങനെയാ. ഫസബ്ബിഹ് ബിസ്മി റബ്ബിക്കൽ അദീം. അദീമായ റബ്ബിനെ, മഹാനായ റബ്ബിനെ സ്തുതിക്കണം, പ്രകീർത്തിക്കണം. സുബ്ഹാന റബ്ബിയൽ അദീം വബിഹംദിഹി. എൻ്റെ മഹാനായ റബ്ബിനെ ഞാൻ പ്രകീർത്തിക്കുന്നു, അവനെ ഞാൻ പ്രകീർത്തിക്കുന്നു, പരിശുദ്ധനാക്കുന്നു എന്ന് 3 തവണ വളഞ്ഞു നിന്ന് നമ്മൾ പറയുന്നു. പിന്നെ കിടന്ന് സുജൂദിൽ കിടന്ന് പറയുന്നു, സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅ്ലാ എന്ന ആയത്തിറങ്ങിയപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, ആ അഅ്ലയായ റബ്ബിനെ പരാമർശിക്കുന്നത്, ആ റബ്ബിനെ പ്രകീർത്തിക്കുന്നത് നമുക്ക് സുജൂദിലാക്കാം. ഇജ്അലുഹാ ഫീ സുജൂദിക്കും. അത് നിങ്ങളുടെ സുജൂദിലാവട്ടെ. അങ്ങനെയാണ് സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി എന്ന് സുജൂദിലായി മാറിയത് ദിക്ർ. സബ്ബിഹ് ബിസ്മി റബ്ബിക്കൽ അദീം എന്ന് പറഞ്ഞാൽ സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് എന്ന് പറയൽ മാത്രമല്ല, അള്ളാനെ പരിശുദ്ധനാക്കുക എന്നാണ്. അള്ളാഹ്ക്കാണ് എല്ലാ കഴിവെന്ന് വകവെച്ചു കൊടുക്കുക. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാലും അതിൽപ്പെടും, അൽഹംദുലില്ലാ പറഞ്ഞാലും അതിൽപ്പെടും, സുബ്ഹാനല്ലാഹ് പറഞ്ഞാലും അതിൽപ്പെടും, നിസ്കരിക്കുന്നതും അതിൽപ്പെടും. അല്ലാഹ് പറഞ്ഞതുപോലെ നടക്കുക, ചെയ്യരുത് എന്ന് പറഞ്ഞതിൽ നിന്നൊക്കെ മാറി നിൽക്കുക. ഇതിന് തന്നെയാണ് ഫസബ്ബിഹ് ബിസ്മി റബ്ബിക്കൽ അദീം എന്ന് പറയാ. അപ്പൊ അള്ളാഹുവിനെ പ്രകീർത്തിച്ച് അള്ളാഹുവിനെ ആരാധിക്കാൻ നമ്മൾ തയ്യാറാവണം എന്നെൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് ഉണർത്തുകയാണ്. ഇനി നമുക്ക് സൂറത്തുൽ വാഖിയയുമായി ബന്ധപ്പെട്ട് ഇവിടെ തന്നെ മഹാന്മാരുടെ വഫാത്തുകൾ ഒരുപാട് പരാമർശിക്കണമെന്ന് ഞാൻ കരുതിയതായിരുന്നു. ഇൻഷാ അല്ലാഹ് ഇനിയും വേണമെങ്കിൽ നമുക്ക് ഇത് കഴിഞ്ഞതിൻ്റെ ശേഷം സമയം കിട്ടിയെങ്കിൽ പറയാം. സൂറത്തുൽ വാഖിയ ഒറ്റ നോട്ടത്തിലൊന്ന് നമുക്ക് ഇങ്ങോട്ട് നോക്കിക്കാണാം. സൂറത്തുൽ വാഖിയ തുടക്കം മുതൽ അവസാനം വരെ ഇൻഷാ അല്ലാഹ് നമുക്കൊന്ന്, അത് എന്തിനെന്ന് ചോദിച്ചാൽ ആ ഒരു ശക്തി എന്തൊക്കെ ഇപ്പം നമ്മൾ ചർച്ച ചെയ്തു എന്ന് മൊത്തത്തിലൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇദാ വഖഅത്തിൽ വാഖിയ ലൈസ ലിവഖഅതിഹാ കാദിബ ഖാഫിദത്തുർ റാഫിയ. ഇദാ വഖഅത്തിൽ വാഖിയ. ആര് നടക്കരുതെന്ന് കരുതിയാലും, ആര് നടക്കില്ലെന്ന് കരുതിയാലും, നടക്കേണ്ടത് നടന്നു കഴിഞ്ഞാൽ ഇദാ വഖഅത്തിൽ വാഖിയ. ഞാൻ പറഞ്ഞ തഫ്സീറുകൾ, വ്യാഖ്യാനങ്ങൾ നിങ്ങൾക്ക് ആ 1-2 വാക്കുകൾ കൂട്ടിക്കൊടുക്കുമ്പോൾ തന്നെ തിരിയും. ലൈസ ലിവഖഅതിഹാ കാദിബ. ആ മഹാസംഭവം നടക്കുമ്പം അന്നതിനെ കളവാക്കുന്ന ഒരൊറ്റ നിരീശ്വരവാദിയും ഉണ്ടാവില്ല.
അന്നതിനെ കളവാക്കുന്ന ഒരു യുക്തിവാദിയും ഉണ്ടാകില്ല. അന്ന് എല്ലാവരുടെയും പച്ചയായ അനുഭവമായിരിക്കും. ഖാഫിളത്തുർ റാഫിയ, ഖാഫിളത്തുർ റാഫിയ. ചില ജനങ്ങളെ താഴ്ത്തിക്കളയുകയും ചില ജനങ്ങളെ ഉയർത്തുകയും ചെയ്യുന്ന മഹാസംഭവം. ചില ജനങ്ങളെ താഴ്ത്തുകയും ചില ജനങ്ങളെ ഉയർത്തിക്കളയുകയും ചെയ്യുന്ന മഹാസംഭവമാണത്. ഖാഫിളത്തുർ റാഫിയ. സജ്ജനങ്ങൾക്ക് ഉയർച്ചയാണ്, ദുർജനങ്ങൾക്ക് അധോഗതിയാണ്. അത് ഞാൻ പറഞ്ഞു വന്ന് സൂറത്തുൽ ഗാശിയയിൽ നിന്ന് രണ്ട് മുഖങ്ങളും വ്യക്തമാക്കി. ഇദാ റുജ്ജത്തിൽ അർദു റജ്ജാ വബുസ്സത്തിൽ ജിബാലു ബസ്സാ. അഥവാ ഈ ഭൂമി പ്രകമ്പനം കൊള്ളിപ്പിക്കപ്പെട്ടു കഴിഞ്ഞാൽ വബുസ്സത്തിൽ ജിബാലു ബസ്സാ, പർവ്വതങ്ങൾ ഇടിപ്പൊടിയാക്കി കഴിഞ്ഞാൽ ഫകാനത്ത് ഹബാഅം മുൻബസ്സാ, അനന്തരം അതാ പർവ്വതങ്ങളൊക്കെ പൊടിഞ്ഞ് 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 അന്തരീക്ഷത്തിൽ പറക്കുന്ന ധൂളികളായി മാറിയാൽ മണൽ കൂമ്പാരം കണക്കെ കിടന്ന് അത തട്ടി നിരത്തിയ മണൽ കൂമ്പാരം പോലെയാകുക. കാനത്ത് കസീബം മഹീല, അന്നുണർത്തി. ഫകാനത്ത് ഹബാഅം മുൻബസ്സാ വകുൻതും അസ്വാജൻ സലാഹ. അങ്ങനെ നടക്കേണ്ടത് നടന്നാൽ എന്ന് പറഞ്ഞാൽ ഇതാ വഖഅത്തിൽ വാഖിയ, ചുരുക്കത്തിൽ ആ നടക്കേണ്ട മഹാസംഭവം ലോകാവസാനം നടന്നാൽ, അതാണ് നമ്മുടെ ഒന്നാമത്തെ കാസറ്റ്. ഒന്നാമത്തെ ദിവസം നാം സംസാരിച്ച ഡിസ്കതാണ് ലോകാവസാനം. അത് നടന്നു കഴിഞ്ഞാൽ, ഈ ലോകം അവസാനിച്ചാൽ അതിന്റെ അർത്ഥം മറ്റൊരു ലോകം തുടങ്ങണമെന്നാണ്. അല്ലെങ്കിൽ ഇത് അവസാനിക്കേണ്ടിയില്ലായിരുന്നു. അങ്ങനെ തുടർന്ന് തുടർന്ന് നിരന്തരമായി അങ്ങനെ കണ്ടിന്യൂയായി തുടർന്നു പോയാൽ മതിയായിരുന്നു. ഇത് അവസാനിക്കുന്നു എന്ന് പറഞ്ഞാൽ മറ്റൊരു ലോകം തുടങ്ങുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അവിടെ വകുൻതും അസ്വാജൻ സലാസ, നിങ്ങൾ 3 ഗ്രൂപ്പായിരിക്കും. അതാണ് 3 വിഭാഗം ജനങ്ങൾ. രണ്ടാമത്തെ ദിവസം നാം പറഞ്ഞു വകുൻതും അസ്വാജൻ സലാസ. എന്താണ് ആ 3 വിഭാഗം ജനങ്ങൾ? ആരാ? ഫഅസ്ഹാബുൽ മൈമന, ഒന്ന് സൗഭാഗ്യവാന്മാർ. മാ അസ്ഹാബുൽ മൈമന, ആരാണ് ഈ സൗഭാഗ്യവാന്മാർ? അവരുടെ ഭാഗ്യം എത്രയാണ്? വഅസ്ഹാബുൽ മശ്അമതി, മാ അസ്ഹാബുൽ മശ്അമ, ഹതഭാഗ്യർ. ആരാണ് ഈ ഹതഭാഗ്യർ? അവരെ പോലെ ഭാഗ്യം കെട്ടവരുണ്ടോ? വഅസ്ഹാബുൽ മശ്അമതി, മാ അസ്ഹാബുൽ മശ്അമ വസ്സാബിഖൂന അസ്സാബിഖൂൻ, നന്മയിലേക്ക് മുന്നേറുന്നവർ. അസ്സാബിഖൂൻ, അവർ നാളെ സ്വർഗത്തിലും മുന്നിലാണ്. ഇവിടെ നന്മയുടെ പക്ഷത്ത് എല്ലാ സ്ഥലത്തും 1-ാം സഫിൽ കാണുന്നവർ, അവർ നാളെ പരലോകത്തും 1-ാം സഫിലാണ്, സ്വർഗത്തിലും 1-ാം സഫിലാണ്. ഫഉലൈകൽ മുഖറബൂൻ, അവർ അല്ലാഹുവിന്റെ സാമീപ്യം നേടിയ മഹാന്മാരാണ്. ഫീ ജന്നാത്തിൻ നഈം, സുഖലോക സ്വർഗത്തിൽ അവിടെ പാദസേവ ചെയ്തിട്ട് വേണ്ട സാമീപ്യത്തിന്റെ സുഖമറിയാൻ എല്ലാം എന്ന് നാം പറഞ്ഞു. അപ്പോൾ അതാ സുഖലോക സ്വർഗത്തിൽ അല്ലാഹുവിന്റെ സാമീപ്യം നേടിയവരാണ് ഉത്തമ വിഭാഗമാകുന്ന സാബിഖീങ്ങൾ, മുഖറബീങ്ങൾ. സുല്ലത്തുൻ മിനൽ അവ്വലീന വഖലീലുൻ മിനൽ ആഖിരീൻ. ആദ്യത്തെ വിഭാഗത്തിൽ അവരൊരു കൂട്ടം തന്നെയുണ്ട്. പിന്നിലുള്ള വിഭാഗത്ത് പിൻഗാമികളിൽ അവർ വളരെ വളരെ വിരലിലെണ്ണാൻ പറ്റുന്ന തുച്ഛം പേരെ ഉണ്ടാകും മുഖറബീങ്ങൾ. ആദ്യത്തെ 1-ാം ബാച്ചെടുക്കുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് മുഖറബ, ഉമർ ഇബ്നുൽ ഖത്താബ് മുഖറബ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ മുഖറബ, എല്ലാവരും ഉത്തമ വിഭാഗത്തിലാ. നേരെ മറിച്ച് അവസാന നാൾ വരുമ്പോൾ ഒരു ഉത്തമനായ മുത്തഖിയെ കിട്ടാൻ തെരഞ്ഞു തെരഞ്ഞു നടക്കേണ്ടി വരും. കിട്ടാൻ പ്രയാസമായിരിക്കും. സുല്ലത്തും മിനൽ അവ്വലീന വഖലീലും മിനൽ ആഖിരീൻ. ഇതാണ് 2-ാം ദിവസം നാം സംസാരിച്ച 3 വിഭാഗം ജനങ്ങൾ. ഇനി ആ ഉത്തമ ജനങ്ങൾക്ക്, ഉത്തമ വിഭാഗത്തിന് അള്ളാഹു കൊടുക്കുന്ന അനുഗ്രഹങ്ങൾ. അലാ സുറുരിൻ മൗദൂന, ഇഴകൾ അടുപ്പിച്ച് നെയ്ത സ്വർണ്ണക്കട്ടിലുകളുടെ മേലിലാണ് അവർ കിടക്കുന്നത്, വിശ്രമിക്കുന്നത്, ഇരിക്കുന്നത്. മുത്തഖീന അലൈഹാ മുതഖാബിലീൻ, നെഞ്ചകത്തുള്ള പോരുകളുടെ മുഴുവൻ വേരുകളും പിഴുതെറിഞ്ഞ് അതാ മുഖാമുഖം സന്തോഷത്തോടെ ഉള്ളു തുറന്ന് മുഖാമുഖം നോക്കിയിരിക്കുന്നു അവരാ കട്ടിലിൽ. മുത്തഖീന അലൈഹാ മുതഖാബിലീൻ, സങ്കുചിതത്വം അവരിൽ നിന്ന് പിഴുതെറിഞ്ഞിട്ടുണ്ടാകുമെന്നർത്ഥം. യതൂഫു അലൈഹിം വിൽദാനും മുഖല്ലദൂൻ, യതൂഫു അലൈഹിം വിൽദാനും മുഖല്ലദൂൻ. ആ സജ്ജനങ്ങളുടെ മേലില്, ആ ഉത്തമ ജനങ്ങളുടെ മേലിൽ കറങ്ങിക്കൊണ്ടിരിക്കും വിൽദാനും മുഖല്ലദൂൻ, കുട്ടിത്വം വിടാത്ത സ്വർഗീയ പയ്യന്മാർ. അവരാരാ? ഒന്നിരിക്കൽ നിഷേധികളുടെ മക്കൾ, ഔലാദുൽ കുഫാർ,
മുഅ്മിനീങ്ങളുടെ ചെറിയ മക്കളല്ല. അന്ന് ഇമാം റാസി അതിനെ ഗണ്ഡിച്ചു സംസാരിച്ചത് ഞാൻ കേൾപ്പിച്ചിട്ടുണ്ട്. ഔലാദുൽ കുഫാർ, അല്ലെങ്കിൽ അല്ലാഹു സ്വർഗത്തിൽ അതിനുവേണ്ടി പ്രത്യേകം ഹൂറുലീങ്ങളെ പോലെ തയ്യാർ ചെയ്ത ആ സ്വർഗീയ പയ്യന്മാർ, യതൂഫു അലൈഹിം വിൽദാനും മുഖല്ലദൂൻ, കുട്ടിത്തം വിടാത്ത ചെറിയ പയ്യന്മാർ അവരുടെ മേലിൽ അങ്ങനെ ഓടി നടക്കും, ചുറ്റിക്കറങ്ങും. എന്താ അവർ ചെയ്യുന്നത്? അവർ സപ്ലൈ ചെയ്ത് ഓടി നടക്കുകയാണ്. ബി അക്വാബിൻ വഅബാരിഖ വകഅസിൻ മിൻ മഈൻ, ജഗ്ഗുകളുണ്ട്, ജവനപാത്രങ്ങളുണ്ട്, നല്ല ശുദ്ധമായ കല്ല് നിറച്ച ഗ്ലാസുകളുണ്ട് കയ്യില്. ഇതൊക്കെയായി ഓടി നടക്കുന്ന മറ്റു പാനീയങ്ങളും ഉണ്ടാകും, മറ്റു പാനപാത്രങ്ങളും ഉണ്ടാകും. കുറെ പാനപാത്രങ്ങളും പാനീയങ്ങളുമായി ഓടി നടക്കും. ശുദ്ധജലം, അതുപോലെ തന്നെ കള്ള്, പാല്, ഇതൊക്കെ ഉണ്ട് എന്ന് സൂറത്ത് മുഹമ്മദിൽ അല്ലാഹു പറഞ്ഞത് നമ്മൾ കേൾപ്പിച്ചു. ലാ യുസബ്തഊന അൻഹാ വലാ യുൻസിഫൂൻ. ആ മദ്യം കഴിച്ചതുകൊണ്ട് ആ കള്ളകത്തു ചെന്നാൽ അതാ ലഹരിബാധയുടെ പ്രാഥമിക ഘട്ടമായ തലവേദന വരില്ല. ലാ യുസബ്തഊന അൻഹാ, അതുകൊണ്ട് തലവേദന എടുക്കില്ല. വലാ യുൻസിഫൂൻ, മസ്തു ബാധിക്കുകയുമില്ല, ലഹരി പിടിക്കുകയുമില്ല, തലകറങ്ങില്ല, തോന്നിവാസം പറയില്ല. വഫാകിഹത്തിൻ മിമ്മാ യതഖയ്യറൂൻ, അവര് തെരഞ്ഞെടുക്കുന്ന പഴം, സെലക്ട് ചെയ്തെടുക്കുന്ന പഴം. ഞാൻ പറഞ്ഞു, ഭൂമിയിലില്ലാത്ത സൗകര്യമാണ്. ഇവിടെ വിലക്കയറ്റം കൊണ്ടോ മറ്റേതെങ്കിലും ഉപഭോക്താക്കൾക്ക് മുതലാളി എന്തെങ്കിലും കാരണത്താൽ ഇതിന്റെ ഉടമ തടയാൻ സാധ്യതയുണ്ട്. അവിടെയൊക്കെ തടയപ്പെടാൻ പല സാധ്യതകളുമുണ്ട്. എന്നാൽ വില കൊടുക്കണ്ട, ഉപഭോക്താവിന് തടയപ്പെടുന്ന പ്രശ്നമില്ല. ഏതോ ഒരു സീസണിൽ കിട്ടാത്ത പഴമല്ല, എല്ലാ സീസണിലും കിട്ടും. വഫാകിഹത്തിൻ മിമ്മാ യതഖയ്യറൂൻ, തെരഞ്ഞെടുക്കാൻ പറ്റുന്ന പഴം, തെരഞ്ഞെടുക്കുന്ന പഴം. എനിക്കിഷ്ടമുള്ളത് എടുക്കാം. വലഹ്മി ത്വയ്രിൻ മിമ്മാ യസ്തഹൂൻ, അവരാഗ്രഹിക്കുന്ന പക്ഷിമാംസമുണ്ട്, അവരാഗ്രഹിക്കുന്ന പക്ഷിമാംസമുണ്ട്. പോത്തും ആടും അതൊക്കെ മാടും ഇതൊക്കെ ലഭിക്കുമെന്ന് സൂറത്തു തൂറിൽ നിന്ന് ഞാൻ ആയത്തോതി ഉദ്ധരിച്ചിട്ടുണ്ട്. ഇവിടെ ഉത്തമ വിഭാഗത്തിന്റെ കാര്യമായതുകൊണ്ട് ഏറ്റവും ശുദ്ധിയുള്ള, ഏറ്റവും പ്രൗഢിയുള്ള ഭക്ഷണം മാംസം പറഞ്ഞു എന്ന് മാത്രം. വലഹ്മി ത്വയ്രിൻ മിമ്മാ യസ്തഹൂൻ, അവരാഗ്രഹിക്കുന്ന മാംസം ലഭിക്കും, പക്ഷിമാംസം ലഭിക്കും. ഇതാണ് നമ്മൾ മൂന്നാമത്തെ ദിവസം സംസാരിച്ച ഉത്തമ വിഭാഗവും സ്വർഗവും. ഇനി സ്വർഗീയ തരുണിമണികളുണ്ട് അവിടെ. ചിപ്പിക്കകത്തൊളിപ്പിച്ചു വെച്ച മുത്തുപോലെയുള്ള സ്വർഗീയ തരുണിമണികൾ. ആരും തൊട്ട ശുദ്ധമാക്കിയിട്ടില്ല. ചിപ്പിക്കകത്തു നിന്ന് പൊളിച്ചാൽ മുത്തിന് തിളക്കത്തിന് മങ്ങലേൽക്കും. അങ്ങനെ മങ്ങലേറ്റിട്ടില്ല. നല്ല തിളക്കമുള്ള പെണ്ണുങ്ങൾ, ആരും തൊട്ട് പരിശുദ്ധി നഷ്ടപ്പെടാത്ത പെണ്ണുങ്ങൾ. ചിപ്പിക്കകത്തൊളിപ്പിച്ചു വെച്ച മുത്തുപോലെയുള്ള പെണ്ണുങ്ങൾ. അവര് ചെയ്തതിന് പ്രതിഫലമായിട്ടാണ് ഇതൊക്കെ. ഒരുപാട് നിസ്കരിച്ചവരാ, നോമ്പ് നോറ്റവരാ, തറാവീഹ് നിസ്കരിച്ചവരാ, ഒരുപാട് അമലുകൾ ചെയ്തിട്ടുണ്ടവർ. അതുകൊണ്ടാണ് ജസാഅം ബിമാ കാനൂ യഅമലൂൻ. അതുകൊണ്ടാണ് അവർക്ക് അത് കൊടുത്തത്. ലാ യസ്മഊന ഫീഹാ ലഗ്വൻ വലാ തഅസീമാ. ആ സ്വർഗ്ഗത്തിലെ ഉത്തമ വിഭാഗത്തിന്റെ സ്വർഗ്ഗത്തിലെ ഏറ്റവും വലിയ സൗകര്യം എന്താണെന്ന് ചോദിച്ചാൽ ലാ യസ്മഊന ഫീഹാ ലഗ്വൻ വലാ തഅസീമാ. ഇല്ല, അന്ന് ആ സ്വർഗത്തിൽ അവർക്ക് കേൾക്കാൻ കഴിയില്ല ഒരു തോന്നിവാസ ശബ്ദം, ഒരശ്ലീലം കാണാനോ കേൾക്കാനോ കഴിയില്ല. വലാ തഅസീമ, ഒരാൾ മറ്റൊരാൾക്ക് പാരവെക്കുന്നത്, ഒരാൾ പാരവെച്ച് സംസാരിക്കുന്നത്, കുറ്റപ്പെടുത്തുന്ന ശബ്ദം സ്വർഗത്തിൽ കേൾക്കാൻ കഴിയില്ല. ലാ യസ്മഊന ഫീഹാ ലഗ്വൻ വലാ തഅസീമ ഇല്ലാ ഖീലൻ സലാമൻ സലാമാ, ഇല്ലാ ഖീലൻ സലാമൻ സലാമാ. ശാന്തിയുടെ, സമാധാനത്തിന്റെ, മാന്യതയുടെ, ഉളുപ്പിന്റെ വിഷയങ്ങളല്ലാതെ ഉളുപ്പില്ലായ്മക്ക് കയ്യും കാലും വെച്ച ലോകമല്ല സ്വർഗം, അതിഹലോകമാണ്. ലാ യസ്മഊന ഫീഹാ ലഗ്വൻ വലാ തഅസീമാ ഇല്ലാ ഖീലൻ സലാമൻ സലാമാ. ഇതാണ് പ്രിയപ്പെട്ട കൂട്ടുകാരെ നാം 4-ാം ദിവസം സംസാരിച്ച ശ്ലീലം മരീചികയായ ഇഹലോകം എന്ന വിഷയം. അത് കഴിഞ്ഞ് വഅസ്ഹാബുൽ യമീൻ മാ അസ്ഹാബുൽ യമീൻ, വഅസ്ഹാബുൽ യമീൻ മാ അസ്ഹാബുൽ യമീൻ. വലതുപക്ഷം, വലതു കൈയിൽ കിതാബ് കൊടുക്കുന്നവർ സൗഭാഗ്യവാന്മാർ. മാ അസ്ഹാബുൽ യമീൻ, അവർ എത്ര വലിയ ഭാഗ്യവാന്മാരാണ്. ഫീ സിദ്രിൻ മഖ്ലൂദ്, അവർ മുള്ളില്ലാത്ത എലന്ത മരത്തിലാണ്.
വത്വൽഹിൻ മംദൂദ്, അട്ടിയട്ടിയായി കുലകൾ നിറഞ്ഞു നിൽക്കുന്ന വാഴത്തോട്ടത്തിലാണ്. വത്വൽഹിൻ മംദൂദ് ഫീ സിദ്രിൻ മഖ്ദൂദ് വത്വൽഹിൻ മംദൂദ്. ഞാൻ പറഞ്ഞു എല്ലാ തരത്തിലുമുള്ള പച്ച വൃക്ഷങ്ങൾ സ്വർഗത്തിലുണ്ട് എന്നാണ് ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു. ചെറുതും വലുതുമായ ഇല പറഞ്ഞു. രണ്ടറ്റങ്ങൾ പറഞ്ഞ് മുഴുവനും ഉദ്ദേശിച്ചതാണ്. 2 ധ്രുവങ്ങൾ പറഞ്ഞ് മൊത്തം ഉദ്ദേശിക്കുന്നത് സാഹിത്യകാരന്റെ ഭാഷയാണ്. ഉദാഹരണമൊക്കെ അന്ന് പറഞ്ഞിട്ടുണ്ട്, അതവിടെ കേൾക്കുക. ഫീ സിദ്രിൻ മഖ്ദൂദ് വത്വൽഹിൻ മംദൂദ് എന്ന് പറഞ്ഞാൽ ഗ്രാമീണന്റെ സൗകര്യമായി ഇവിടെ പറഞ്ഞത്. ഉത്തമ വിഭാഗത്തിനെ പറ്റി പറഞ്ഞത് VIPസിന്റെ സൗകര്യമാണ്. ഇവനെ പറ്റി പറഞ്ഞത് ഒരു ഗ്രാമീണന്റെ സൗകര്യമാണ്. വയല്, പാടം, പറമ്പ്, കൃഷി, തോട്ടം. ഫീ സിദ്രിൻ മഖ്ദൂദ് വത്വൽഹിൻ മംദൂദ് വളില്ലിൻ മംദൂദ്. നീണ്ടു കിടക്കുന്ന തണൽ, നടന്നാലും അവസാനിക്കാത്ത ഒരൊറ്റ മരക്കൊമ്പിന്റെ തണൽ എന്ന് പറഞ്ഞു. വളില്ലിൻ മംദൂദ്, അല്ലെങ്കിൽ നിഴലൊരു സെപ്പറേറ്റ് സൃഷ്ടി. ഇനി സ്വർഗം, അതിന്റെ സൗന്ദര്യം, ആ സൗന്ദര്യം ഇങ്ങനെ വർണ്ണിക്കാമല്ലോ. ആ കൂട്ടത്തിൽ നല്ല കുത്തരയുള്ള സ്ഥലത്ത് നിന്ന് മുകൾ ഭാഗത്തു നിന്ന് ഒഴുകുന്ന വെള്ളച്ചാട്ടം. ആ വെള്ളച്ചാട്ടം വലിയൊരു സൗന്ദര്യമായിട്ടാ പരിചയപ്പെടുത്തല്. ഇവിടുത്തെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊക്കെ അത് വലിയൊരു സംഭവമാണെങ്കിൽ ദാ സ്വർഗത്തിൽ വെള്ളച്ചാട്ടമുണ്ട്. കുത്തിയൊഴുകുന്ന വെള്ളമുണ്ട്. പൈപ്പിംഗ് സംവിധാനമുണ്ട്. എല്ലായിടത്തും ഷവറിൽ നിന്ന് കുളിക്കണോ, ഷവറിൽ നിന്ന് കുളിക്കാം. ഏതാ വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത് കിട്ടും. എവിടെ വെച്ചും നിങ്ങൾക്ക് കുളിക്കാം. പൈപ്പിൽ നിന്ന് ഉദു ചെയ്യണോ, കുളിക്കണോ, കുളിക്കാം. കുത്തിച്ചൊരിയുന്ന വെള്ളം. വഫാകിഹത്തിൻ കസീറ, ഇഷ്ടം പോലെ പഴങ്ങള്, തീരാത്ത പഴങ്ങള്. ലാ മഖ്തൂഅത്തിൻ വലാ മംനൂഅ ലാ മഖ്തൂഅ, ഏതെങ്കിലും ഒരു സീസണിൽ മുറിഞ്ഞു പോകുന്ന പഴങ്ങളല്ല. വലാ മംനൂഅ, ഉപഭോക്താവിന് എന്തെങ്കിലും കാരണവശാൽ തൊട്ടാ പൊള്ളുന്ന വിലയാണെന്നതുകൊണ്ടോ, അല്ലെങ്കിൽ 2 ആഴ്ച കഴിഞ്ഞാൽ മാർക്കറ്റിന് നല്ല ഡിമാൻഡ് വരുന്നുണ്ട് എന്നതുകൊണ്ടോ, അല്ലെങ്കിൽ ഈ ഒരു സീസൺ ഇല്ലാത്ത പഴമെന്നോ, ഇങ്ങനെയുള്ള കാരണങ്ങളാലൊന്നും വലാ മംനൂഅ, ഉപഭോക്താവിന് തടയപ്പെടുന്ന പഴമല്ല. ഇഷ്ടം പോലെ ഉണ്ട്. അള്ളാഹുവിന്റെ റസൂൽ ഒരൊറ്റ മുന്തിരിക്കൊലയിലേക്ക് ളുഹർ നിസ്കാരത്തിൽ കൈനീട്ടിയത് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പരിചയപ്പെടുത്തിയത് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ വഫാകിഹത്തിൻ കസീറ ലാ മഖ്തൂഅത്തിൻ വലാ മംനൂഅ വഫുറുഷിൻ മർഫൂഅ. ഫുറുഷിൻ മർഫൂഅ, അവിടുന്ന് ഇങ്ങോട്ട് തൊട്ട് പിറ്റേന്നാ സംസാരിച്ചത്. ഇത്രയും ദിവസം, അന്ന് 5-ാമത്തെ ദിവസം നാം സംസാരിക്കുമ്പോൾ സംസാരിച്ച മധ്യമ വിഭാഗവും സലാമത്തും. മധ്യമ വിഭാഗം കഷ്ടിച്ച് രക്ഷപ്പെട്ടാൽ അവർക്ക് കിട്ടാൻ പോകുന്ന കാര്യം. മധ്യമ വിഭാഗവും സലാമത്തും എന്നാണ് നമ്മൾ അതിന് തലക്കെട്ട് കൊടുത്തത്. എന്നിട്ട് അതിൽപ്പെട്ട ഒരു ഭാഗത്തെ തന്നെ മറ്റൊരു വിഷയമായി നാം മുറിച്ചു. വഫുറുഷിൻ മർഫൂഅ, അത്യുന്നതമായ ബെഡുകൾ, നിലവാരമുള്ള ബെഡുകൾ. ആ സ്വർഗീയ തരുണിമണികളെ ഉണ്ടാക്കിയത് നമ്മളാണ്. ബെഡ് എന്ന് പറഞ്ഞിട്ട് പിന്നെ അവൾ എന്ന് പറഞ്ഞാൽ മതി, അപ്പോഴേക്ക് തന്നെ കാര്യം തിരിയുമെന്ന് പറഞ്ഞു. ആ സ്വർഗീയ തരുണിമണികളെ ഉണ്ടാക്കിയത് നമ്മളാണ്. ആര്? ദുനിയാവിലെ പെണ്ണുങ്ങളെയാണ് ആ പറഞ്ഞത്. ഉമ്മു സലമയുടെ ഹദീസൊക്കെ വായിച്ചു. റസൂലുള്ളാഹിനോട് ഒക്കെ സംശയം ചോദിച്ച് തീർത്തത് പറഞ്ഞു. ഇവിടെ 10 പെറ്റ പാത്തുമ്മത്താത്ത അവിടെ എത്തുമ്പം ഈ ഇഹലോക തരുണികൾ അവിടെ എത്തുമ്പം അവരൊക്കെ കന്യകകളാക്കിയ അല്ലാഹു ഫജഅൽനാഹുന്ന അബ്കാറാ ഉറുദൻ. ഭർത്താവിനെ സ്നേഹിച്ചു വീർപ്പുമുട്ടിക്കുന്ന ഭാര്യമാർ, അത്രാബൻ, എല്ലാം സെയിം ഏജുകാരാണ്, ഒരേ സമപ്രായക്കാർ. ലി അസ്ഹാബിൽ നബീൻ, മധ്യമ വിഭാഗത്തിന് കിട്ടുന്നതാണ് ഇത്. സൗഭാഗ്യവാന്മാർക്ക് വേണ്ടി അല്ലാഹു അവരെ കന്യകകളും സ്നേഹമുള്ളവരും സമപ്രായക്കാരുമാക്കി. സുല്ലത്തും മിനൽ അവ്വലീൻ വസുല്ലത്തും മിനൽ ആഖിരീൻ. മുൻഗാമികളിൽ ഒരു കൂട്ടമുണ്ട്, പിൻഗാമികളിൽ ഒരു കൂട്ടമുണ്ട്. ആര്? കഷ്ടിച്ച് സ്വർഗത്തിലെത്തുന്നവർ പിൽക്കാലത്തും ഇഷ്ടം പോലെ ഉണ്ടാവും. ഞാൻ പറഞ്ഞു, ഈ ഒരു ആയത്താ നമുക്കൊക്കെ ഉള്ള സമാധാനം. കാരണം ഇന്നുണ്ട് സ്വർഗാവകാശികൾ ഇഷ്ടം പോലെ. കഷ്ടിച്ചു സ്വർഗത്തിലേക്ക് എത്തുന്നവർ അള്ളാഹു അതിലെങ്കിലും പെടുത്തി നമ്മളെ സലാമത്താക്കട്ടെ. അള്ളാഹു സലാമത്താക്കട്ടെ. ഈ വിഷയമാണ് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിൽ പലരെയും സ്വാധീനിച്ച ഒരു വിഷയം. പലതും പറഞ്ഞു എല്ലാം റാഹത്താണെങ്കിലും അത് കൂടുതൽ സ്വാധീനിച്ചതാണ് സ്വർഗത്തിലെ ഇഹലോക തരുണികൾ. സ്വർഗത്തിലെ ഇഹലോക തരുണികൾ
വീട്ടിൽ നിർബന്ധമായിട്ടും കേൾപ്പിക്കണം. കുറേ ആളുകൾ എന്നോട് പറഞ്ഞു ആ കാസറ്റ് ആ CD എത്തേണ്ടത്. അന്ന് തന്നെ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ആരോ ചോദിച്ചാൽ ഇന്ന് സംസാരിച്ച് കിട്ടുമെന്ന്. കാരണം അത്രയും കണ്ടീഷൻ, കാരണം പെണ്ണുങ്ങളെപ്പോഴും പോയി നന്നാക്കണം എന്നുള്ള മട്ടത്തിലാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ സഹോദരിമാർ കേൾക്കുമ്പോൾ ആദ്യം കേൾക്കുമ്പോൾ ഒരു മണിക്കൂർ പോലും നല്ലോണം ടോപ്പിലാകും. കാരണം ഹുറുലിങ്ങളെക്കാൾ പൊങ്ങാണല്ലോ, ശരിക്കും ടോപ്പ് കയറും. പിന്നെ കരഞ്ഞ് കരഞ്ഞ് കണ്ണ് കലക്കുകയും ചെയ്യും. അത്രയും വലിയ വിഷയമാണ് സ്വർഗത്തിലെ ഇഹലോക തരുണികൾ. അത് കഴിഞ്ഞ് വഅസ്ഹാബു ശിമാലി മാ അസ്ഹാബു ശിമാൽ, ആ ഹതഭാഗ്യർ, ഇടത് കൈയിൽ കിതാബ് കൊടുക്കുന്ന അവർ ഹതഭാഗ്യരാണ്. അവരുടെ നിർഭാഗ്യം കണ്ടവരാരുണ്ട്? വഅസ്ഹാബു ശിമാൽ മാ അസ്ഹാബു ശിമാൽ, ആ ഹതഭാഗ്യർ അവരെത്രത്തോളം ഹതഭാഗ്യരാണ്. ഫീ സമൂം, എവിടെയെങ്കിലും ഒരു ഭാഗത്ത് തട്ടിയാൽ അതിൻ്റെ പ്രതിഫലനങ്ങൾ തലച്ചോറിൽ പോലും അറിയുന്ന രോമക്കുത്തുകളിലൂടെ തുളച്ചു കയറുന്ന തീക്കാറ്റിലാണവർ. ഫീ സമൂം വഹമീം, ചുട്ടുപൊള്ളുന്ന വെള്ളത്തിലാണ്. ചുട്ടുപൊള്ളുന്ന വെള്ളം, വെട്ടിത്തിളക്കുന്ന വെള്ളം. തുസ്ഖാ മിൻ ഐനിൻ ആനിയ, ആ വെള്ളത്തിലാണ് അവർ നിൽക്കുന്നത്. വളില്ലിൻ മിൻ ഹമൂം, മാത്രമല്ല കരിമ്പുകയുടെ തണലില്, കരിമ്പുകയുടെ തണലിലാണ്. പുകച്ചുരുൾ ഉയരുമ്പോഴുള്ള തണൽ മാത്രമാണ് അവർക്ക് ലഭിക്കുന്നത്. വളില്ലിൻ മിൻ യഹ്മൂം ലാ ബാരിദിൻ വലാ കരീം, അല്ല തണുത്ത വെള്ളമല്ല, വലാ കരീം മാന്യമായ തണുത്ത തണലല്ല, തണുത്ത വെള്ളമല്ല, തണുത്ത കാറ്റല്ല, മാന്യമായതല്ല, ഒരിക്കലും സുഖകരമല്ല, സഹിക്കാൻ കഴിയാത്തതാണ്. ചൂടെടുക്കുന്ന ഒരാൾ ആഗ്രഹിക്കുന്ന 3 കേസുകൾ, ആ 3 കേസും അപകടകരമാണ്. വെള്ളം, കാറ്റ്, തണല്. തണുത്തതെല്ലാവരും ആഗ്രഹിക്കും ചൂടുണ്ടാവുമ്പോൾ, പക്ഷെ അതും കിട്ടുന്നത് അതും ചൂട്. പിന്നെ അതിൻ്റെ കഥ പറയാനുണ്ടോ? ഇല്ല. എന്തേ ഇവരിങ്ങനെ ആകാൻ കാരണം? ഞാൻ ഇവരെ വെറുതെ കഷ്ടപ്പെടുത്തിയതാണോ? അള്ളാഹു പറയുന്നു ഇന്നഹും കാനൂ ഖബല ദാലിക മുത്രഫീൻ, തീർച്ചയായിട്ടും അവർ ഇതിനു മുമ്പ് ദുനിയാവിലെത്തുന്നതിന്റെ മുമ്പ്, ഇങ്ങോട്ട് മരിച്ചെത്തുന്നതിന്റെ മുമ്പ് ദുനിയാവിൽ നിന്ന് ഇവർ അടിച്ചു പൊളിച്ച് ജീവിക്കുന്നവരായിരുന്നു. ഇന്നഹും കാനൂ ഖബല ദാലിക മുത്രഫീൻ വകാനൂ യുസ്ബൂന അലൽ ഹിൻസിൽ അദീം, അവർ മഹാപാപത്തിന്റെ മേൽ സ്ഥിരമാകുന്നവരായിരുന്നു. എത്ര തന്നെ ചെയ്യല്ല 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 അനുജ എന്ന് പറഞ്ഞാലും അനുജന് മാറാൻ സമയമായിട്ടില്ലായിരുന്നു, ജ്യേഷ്ഠൻ ഒഴിവാകാൻ സമയമായിട്ടില്ലായിരുന്നു. അതുകൊണ്ടാണ് അവരെ ഇങ്ങനെ ശിക്ഷിക്കുന്നത്. വകാനൂ യഖൂലൂൻ, അവർ ചോദിക്കുമായിരുന്നു ഹൈദാ മിത്നാ വകുന്നാ തുറാബൻ വൈലാമ, നമ്മളൊക്കെ മരിച്ച് എല്ലും മണ്ണുമൊക്കെ ആയി പോയതിന്റെ ശേഷം ഹൈനാലം അബുഴസൂൻ, രണ്ടാമതും നമ്മളെ പുനർജന്മം നൽകപ്പെടുമെന്നോ, പുനരുത്ഥാനം നൽകപ്പെടുമെന്നോ? അവാബാവുനല്ല പോലൂൻ, നമ്മുടെ പൂർവ്വപിതാക്കന്മാർ, നമ്മുടെ അപ്പൂപ്പന്മാരൊക്കെ ഉണ്ടാകുന്നാണോ മുഹമ്മദ് പറയുന്നത്? ഖുൽ ഇന്നൽ അവ്വലീന വല്ലാഖീന ലമജ്മൂഊന ഇലാ മിഖാതി യൗമിൻ മഅലൂം, നബിയെ നിങ്ങൾ പറയുക, തീർച്ചയായും ആദ്യത്തെ ഒരു അവസാനം, നിങ്ങളെ വല്യാപ്പാരൊന്നും സംശയിക്കണ്ട, ആദം നബി തൊട്ട് ഖിയാമം വരെ വരാനുള്ള എല്ലാ ആളുകളും ലമജ്മൂഊന ഇലാ മിഖാതി യൗമിൻ മഅലൂം, ഒരു ഫിക്സ്ഡ് ദിവസം, ഒരു നിശ്ചിത ദിവസം, ഒരു ഫിക്സ്ഡ് സമയം, അന്നത്തേക്ക് എല്ലാവരും ഒരുമിച്ച് കൂട്ടപ്പെട്ടിട്ടുണ്ടാകും. സുമ്മ ഇന്നകും അയ്യുഹദ്ദാല്ലൂനൽ മുകദ്ദിബൂൻ, പിന്നെ നിങ്ങൾ ഓ റൗഡികളെ, പിന്നെ നിങ്ങൾ വഴിപിഴച്ചു നടന്നവരെ, ലാകിലൂന മിൻ ശജരിൻ മിൻ സഖൂം, ആ കള്ളിമുള്ളെന്ന മരം, സഖൂം വൃക്ഷം നിങ്ങൾ തിന്നേണ്ടി വരും, സഖൂം വൃക്ഷം നിങ്ങൾ തിന്നേണ്ടി വരും. ഫമാലിഊന മിൻഹൽ ബുതൂൻ, ആ സഖൂം വൃക്ഷം തിന്നേണ്ടി വരുമെന്നല്ല, നിങ്ങൾ തിന്നു വയറു വീർപ്പിക്കേണ്ടി വരും. ഞാൻ പറഞ്ഞു അതൊക്കെ മലപ്പുറം ഭാഷയിൽ തന്നെ പറയണം. ഞാനും നിങ്ങൾ മലപ്പുറത്തുകാരായതുകൊണ്ട് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയും, അപ്പോഴേ അതിന്റെ ഗൗരവം ഉൾക്കൊള്ളാൻ കഴിയുള്ളൂ. തിന്നേണ്ടി വരുമെന്നല്ല, ഫമാലിഊന മിൻഹൽ ബുതൂൻ, പള്ള നിറച്ചു തിന്നേണ്ടി വരും, പള്ളറച്ചു തിന്നേണ്ടി വരും. ഫമാലിഊന മിൻഹൽ ബുതൂൻ ഫശാരിബൂന അലൈഹി മിനൽ ഹമീം, ആ കള്ളിമുള്ളു തിന്നതിന്റെ പുറമെ, ഇതിന്റെയൊക്കെ ഗൗരവം എന്ന് പറഞ്ഞിട്ടുണ്ട്, ആ കള്ളിമുള്ളു തിന്നതിന്റെ പുറമെ നമ്മൾ ചുടുവെള്ളം കഴിക്കേണ്ടി വരും. ചുടുവെള്ളം, ഗ്ലാസ്സിലെ വെള്ളം ഇങ്ങനെ കോരിക്കൊണ്ട് വരുമ്പോഴേക്ക് മുഖത്തുനിന്ന് കഷ്ണം അങ്ങനെ വീഴും അതിലേക്ക്. ഇത്രയും ചൂടുള്ള തിളച്ച വെള്ളം, ആവിയുള്ള വെള്ളം, ആ വെള്ളം കുടിക്കേണ്ടി വരും. അതും എങ്ങനെ? ഫശാരിബൂന ശുർബൽ ഹീം, ദാഹിച്ചു വലഞ്ഞ ഒട്ടകം കുടിക്കും പോലെ കുടിക്കേണ്ടി വരും, പോത്ത് കുടിക്കും പോലെ കുടിക്കേണ്ടി വരും എന്ന് പറഞ്ഞാൽ വലിച്ചു കുടിക്കേണ്ടി വരും. ഞാൻ പറഞ്ഞു ഓവർ ചൂടുള്ള ഒരു ഗ്ലാസ് വെള്ളം കയ്യിൽ കിട്ടിയാൽ, ഒരു ഗ്ലാസ് ചായ കയ്യിൽ കിട്ടിയാൽ അത് ഒപ്പിച്ചൊപ്പിച്ചൊപ്പിച്ച് അഡ്ജസ്റ്റ് ചെയ്തേ കുടിക്കാൻ കഴിയൂ. ആ അഡ്ജസ്റ്റ്മെന്റ് സ്വർഗത്തിൽ, നരകത്തിൽ അനുവദിക്കില്ല. ഫശാരിബൂന ശുർബൽ ഹീം ഹാദാ നുസുലുഹും യൗമദ്ദീൻ, ഇത് ഇവർക്ക് പ്രതിഫല നാളിലുള്ള പ്രഥമ സൽക്കാരമാണ്. ഇതാണ് നമ്മൾ സംസാരിച്ച 7-ാം ദിവസത്തെ CD ആയിരിക്കും മിക്കവാറും ഹതഭാഗ്യരും നരകവും. ഹതഭാഗ്യരും നരകവും നല്ലോണം ഞെട്ടിക്കുന്ന ഒരു സംഭവമായിരുന്നു.
നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ പലരും അന്വേഷിച്ച ഒന്നാണ്. ഏതായാലും ഇന്ന് സിഡികളൊക്കെ ഏകദേശം എത്തിയിട്ടുണ്ട് എന്നാണ് കേൾക്കാൻ കഴിഞ്ഞത്. പരമാവധി കിട്ടുന്നവർ വാങ്ങുക എന്ന് പ്രത്യേകം ഉണർത്തുന്നു. പിന്നീട് നഹ്നു ഖലഖനാകും ഫലൗലാ തുസദ്ദിഖൂൻ, നഹ്നു ഖലഖനാകും ഫലൗലാ തുസദ്ദിഖൂൻ. നമ്മളാ നിങ്ങളെ സൃഷ്ടിച്ചത്. ഇതൊക്കെ പറയുമ്പോൾ, ഈ സ്വർഗം നരകമൊക്കെ പറയുമ്പോൾ ഇതൊക്കെ ആരുടെ വാക്കുകളാണെന്ന് സംശയം തോന്നണ്ട. സ്രഷ്ടാവിന്റെ വാക്കാണ്. സൃഷ്ടിച്ചവൻ പറഞ്ഞതാ സൃഷ്ടികൾ കേൾക്കേണ്ടത്. നഹ്നു ഖലഖനാകും ഫലൗലാ തുസദ്ദിഖൂൻ. നമ്മളാ നിങ്ങളെ സൃഷ്ടിച്ചത്, എന്തേ നിങ്ങൾ വിശ്വസിക്കുന്നില്ലേ? അഫറഅയ്തും മാ തുംനൂൻ. വിശ്വസിക്കുന്നില്ലെങ്കിൽ നിഷേധസ്വരമുള്ളവനോട് അല്ലാഹ് ചോദിക്കുന്ന, നിങ്ങൾ സ്കലിപ്പിക്കുന്ന ബീജം നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? അഫറഅൻതും തഖ്ലുഖൂനഹു അം നഹ്നുൽ ഖാലിഖൂൻ. ആ ബീജത്തെ കുഞ്ഞായിട്ട്, മനുഷ്യ കുഞ്ഞായിട്ട് സൃഷ്ടികർമ്മം നൽകിയത് നിങ്ങളാണോ അതോ നമ്മളാണോ? അത് സൃഷ്ടിച്ചത് നിങ്ങളാണോ നമ്മളാണോ? പറയണം. അൻതും തഖ്ലുഖൂനഹു അം നഹ്നുൽ ഖാലിഖൂൻ. നഹ്നു ഖദ്ദർനാ ബൈനകുമുൽ മൗത്ത്. മാത്രമല്ല നിങ്ങൾക്കിടയിൽ മരണം കണക്കാക്കിയത് നമ്മളാണ്. വമാ നഹ്നു ബിമസ്ബൂഖീൻ. നമ്മളെ മറികടക്കാൻ കഴിയില്ല, നമ്മളെ തോൽപ്പിക്കാൻ കഴിയില്ല. നിങ്ങളെ ജീവിപ്പിച്ചു എന്നല്ല മരണം കണക്കാക്കിയോ. ഞാൻ കണക്കാക്കി എന്നൊക്കെ പറഞ്ഞതിന്റെ അർത്ഥം അവിടെ പറഞ്ഞിട്ടുണ്ട്. എപ്പോഴാ, എങ്ങനെയാ, എങ്ങനെ, എന്നാണ് എന്നതൊക്കെ അള്ളാഹു കണക്കാക്കിയതാണ്. എന്നിട്ട് പറഞ്ഞു വമാ നഹ്നു ബിമസ്ബൂഖീൻ. നമ്മൾ തോറ്റു തരൂല. അലാ അൻ നുബദ്ദില അംസാലക്കും. നിങ്ങളെ പോലത്തെ ഒരു വിഭാഗത്തെ പകരാക്കണം. നിങ്ങളെ നശിപ്പിച്ച് നിങ്ങളെ വീട്ടിൽ നിങ്ങളെ പോലത്തെ ആളുകളെ കൊണ്ടുവരാൻ കഴിയും. അല്ലെങ്കിൽ നിങ്ങളെ വീട്ടില് വനുൻശിയക്കും ഫീമാ ലാ തഅലമൂൻ. നിങ്ങൾ പോലും അറിയാത്ത ഒരു ലോകത്ത് നിങ്ങളത് എനിക്ക് ഉണ്ടാക്കാൻ കഴിയും എന്ന് പറഞ്ഞാൽ, നിങ്ങളെ വേണമെങ്കിൽ പട്ടിയാക്കാം, നിങ്ങളെ വേണമെങ്കിൽ ഒരു സിംഹമാക്കാൻ കഴിയും, നിങ്ങളെ വേണമെങ്കിൽ ഒരു നരിയാക്കാൻ കഴിയും, നിങ്ങളെ വേണമെങ്കിൽ എനിക്ക് എന്താക്കാനും കഴിയും, ഒരു കല്ലാക്കാം. നിങ്ങൾ പോലും അറിയാത്ത ലോകത്ത് എന്ന് പറഞ്ഞാൽ അചേതന വസ്തുക്കളായി കെടുത്തും. സൂറത്തു യാസീനിലെ താക്കി വാണിങ്ങും ഈ വാണിങ്ങും ഒന്നാണ്. ലൗ നശാഉ ലതമസ്നാ അലാ അയ്യുനിഹിം ഫസ്തബഖു സിറാത ഫഅന്നാ യുബ്സിറൂൻ വലൗ നശാഉ ലമസഖനാഹും അലാ മകാനതിഹിം ഫമസ്തതാഉ മുദിയ്യൻ വലാ യർജൂൻ. നിങ്ങൾ എന്താ ചിന്തിക്കാത്തത്? അല്ലാഹു അപ്പൊ ഒന്നാമത്തെ എഴുന്നേൽപ്പ് നിങ്ങൾക്ക് ബോധ്യപ്പെട്ട സ്ഥിതിക്ക്, നിങ്ങൾ ആദ്യം ഉണ്ടാക്കിയത് ഞാനാണ് ബോധ്യപ്പെട്ട സ്ഥിതിക്ക് ഫലൗലാ തദക്കറൂൻ, പിന്നെ നിങ്ങൾ എന്താ ഉൾക്കൊള്ളാത്തത്? അഫറഅയ്തും മാ തഹ്റുസൂൻ. നിങ്ങൾ ചെയ്യുന്ന കൃഷിയിടങ്ങൾ നിങ്ങൾ കണ്ടില്ലേ? നിങ്ങൾ ഇറക്കുന്ന കൃഷി, പാടം ഇളക്കി മറിച്ച് വിത്തിറക്കി വളം ചേർത്ത് വെള്ളം ചേർത്ത് നിങ്ങളുണ്ടാക്കിയ കൃഷി, അതൊക്കെ നിങ്ങളാ ചെയ്തത്. പക്ഷേ ചോദ്യം, അൻതും തസ്റഊനഹു അം നഹ്നു സാരിഊൻ. ഹർസ് സറഅ് തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞു. സറഅ് അത് മുളപ്പിച്ചതാരാണ്, അത് വലുതാക്കിയതാരാണ്, അതിൽ കതിര് വരുത്തിയതാരാ? ഇതൊക്കെ ഞാനാണ്. അൻതും തസ്റഊനഹു അം നഹ്നു സാരിഊൻ. അത് നിങ്ങളാണ് എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമെങ്കിൽ പറ. അൻതും തസ്റഊനഹു അം നഹ്നു സാരിഊൻ. ഇനി നമ്മൾ മുളപ്പിച്ച് വലുതാക്കി എന്നൊക്കെ വെക്കുക. ലൗ നശാഉ ലജഅൽനാഹു ഹുതാമാ. നമ്മൾ ഉദ്ദേശിച്ചാൽ ആ കൃഷിയെ ഉണക്കി കരിച്ച് കളയാൻ നമുക്ക് കഴിയൂലേ? അങ്ങനെ കരിച്ച് കളഞ്ഞാൽ ഫളൽതും തഫക്കഹൂൻ. നിങ്ങൾ നഷ്ടക്കഥ പറയാൻ തുടങ്ങും. ഇന്നാ ലമുഗ്റബൂൻ. തീർച്ചയായിട്ടും നമ്മൾ കടബാധിതരാണ്. വയലിൽ എറിഞ്ഞ സംഖ്യ നഷ്ടപ്പെട്ടു. ബൽ നഹ്നു മഹ്റൂമൂൻ. എന്നല്ല, നമുക്ക് മുടക്ക് മുതൽ തന്നെ നഷ്ടപ്പെട്ടു. അഫറഅയ്തുമുൽ മാ അല്ലദീ തശ്റബൂൻ. നിങ്ങൾ കുടിക്കുന്ന വെള്ളം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതേക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിറൂൻ. അത് മേഘപ്പാളികളിൽ നിന്ന് ഇറക്കി തന്നത് നിങ്ങളാണോ അതോ നമ്മളാണോ? അല്ലാഹു ചോദിക്കുകയാണ്. ലൗ നശാഉ ജഅൽനാഹു ജാജാ. നമ്മൾ ഉദ്ദേശിച്ചാൽ അതിനെ ഇറക്കി തന്നാലും പോരാ, അതിനെ ശുദ്ധീകരണ പ്രക്രിയ നടത്തിയത് ആരാണ്? അതിന്റെ അതും ഞാനാ. ഞാൻ ഉദ്ദേശിച്ചാൽ ലൗ നശാഉ ജഅൽനാഹു ജാജാ, ഞാൻ ഉദ്ദേശിച്ചാൽ ആ വെള്ളം എനിക്ക് ഉപ്പുരസമുള്ളതാക്കാമായിരുന്നു. പിന്നെ എങ്ങനെയാ നിങ്ങൾ കുടിക്കുക? ഇങ്ങനെയൊക്കെ ആയിട്ടും ഞാൻ നിങ്ങളെ സൃഷ്ടിച്ചു, ഞാൻ നിങ്ങൾക്ക് ഭക്ഷണം തന്നു, ഞാൻ നിങ്ങൾക്ക് വെള്ളം തന്നു. എന്നിട്ട് ഫലൗലാ തഷ്കുറൂൻ. നിങ്ങൾ എന്തുകൊണ്ട് ശുക്ർ ചെയ്യുന്നില്ല? ഇനി അല്ലാഹു ഒറ്റ കാര്യവും കൂടെ, ഒരു നിയമത്തും കൂടെ പരിചയപ്പെടുത്തുന്നു. അത് നിയമത്ത് മാത്രമല്ല, പാടുവാൻ. അഫറഅയ്തുമുൻ നാറല്ലതീ തൂറൂൻ. നിങ്ങൾ കത്തിച്ചുകൊണ്ടിരിക്കുന്ന തീയ്, ആ തീയ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? തീയ് കത്തിക്കുന്നത് നിങ്ങൾ തന്നെയാ. പക്ഷേ നഹ്നു ജഅൽനാ അൻതും അൻശഅതും ശജറതഹാ. ആ തീ ഉൽപ്പാദിപ്പിക്കാനുള്ള മരം അതുണ്ടാക്കിയത് നിങ്ങളാണോ? നഹ്നുൽ മുൻശിഊൻ. അതോ നമ്മളാണോ? നഹ്നു ജഅൽനാഹാ തദ്കിറ. ആ തീയിനെ നാം നിങ്ങൾക്ക് പാഠമാക്കി തരുന്നിരിക്കുന്നു. തീ എന്തിനെ നിങ്ങളുടെ ഒരു അവശ്യ വസ്തുവായി വെച്ചത്? അത് നിങ്ങൾ എപ്പോഴും ഉപയോഗിക്കണം, വെള്ളം ചൂടാക്കാനും ഭക്ഷണം പാചകം ചെയ്യാനൊക്കെ. അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ തന്നെ കഴിക്കായിരുന്നു, മൃഗങ്ങൾ കഴിക്കും പോലെ. എന്തേ ചൂടാക്കിയത് തന്നെ കഴിക്കണം എന്ന് വെച്ചു? ഇടക്കിടക്ക് നിങ്ങൾക്കൊന്ന് പൊള്ളണം, ഇടക്കിടക്ക് നിങ്ങൾക്ക് തീയിന്റെ ചൂടൊന്ന്
എന്തുകൊണ്ടെന്നറിയണം? തീ നിങ്ങളുടെ അവശ്യ വസ്തുവാക്കിയത് നിങ്ങൾക്ക് പാടത്തിനാൻ, നരകം ഇടക്കിടക്ക് ഓർക്കാനാൻ, തീയിന്റെ കടുപ്പം തിരിയാനാൻ. അത് അനുഗ്രഹം മാത്രമല്ല, അതിനെ നാം ആദ്യം പാഠമാണാക്കിയത്. യാത്രക്കാർക്ക് അനുഗ്രഹവുമാണ്, പ്രത്യേകിച്ച് കാട്ടു ഏരിയകളിലൂടെ യാത്ര ചെയ്യുന്നവർക്ക് അനുഗ്രഹവും കൂടെയാണ്. നിന്റെ മഹാനായ രക്ഷിതാവിനെ നീ പ്രകീർത്തിക്കുക, അതിന് തയ്യാറാവണം മനുഷ്യ. ഇതുവരെയുള്ള ഭാഗം ഫസബ്ബിഹ് ബിസ്മി റബ്ബിക്കൽ അലീം, ഇതാണ് നാം അവതരിപ്പിച്ച റബ്ബിനോട് നന്ദി കെട്ട ജനത എന്ന് പറഞ്ഞ ഭാഗം അതായിരുന്നു. പിന്നീട് ഫലാ ഉഖ്സിമു ബിമവാഖിഇൻ നുജൂം, നക്ഷത്രങ്ങളുടെ അസ്തമാന സ്ഥാനങ്ങൾ സാക്ഷിയാൻ, അല്ലെങ്കിൽ മഹാന്മാർ അന്തിയുറങ്ങുന്ന മക്ബറകൾ സാക്ഷിയാൻ. നിങ്ങൾ മനസ്സിലാക്കിയാൽ ഇതൊക്കെ ഒരു വലിയ സത്യവാചകം തന്നെയാണ്. ഇന്നഹൂല ഖുർആനും കരീം, നിങ്ങളോട് ഈ സംസാരിക്കുന്നത് മാന്യമായ നേരെ ചൊവ്വയുള്ള വൃത്തിയുള്ള ഉളുപ്പുള്ളത് മാത്രം പറയുന്ന പാരായണ ഗ്രന്ഥമാണ്. ഇന്നഹൂല ഖുർആനും കരീം ഫീ കിതാബിൻ മക്നൂൻ, അതൊരു രഹസ്യ കിതാബിലായിരുന്നു ഉണ്ടായിരുന്നത്. ലാ യമസ്സുഹു ഇല്ലൽ മുതഖറൂൻ, ലൗഹുൽ മഹ്ഫൂദിൽ ലാ യമസ്സുഹു ഇല്ലൽ മുതഖറൂൻ, അതിനെ ശുദ്ധിയുള്ളവരല്ലാതെ തൊടില്ല, അല്ലെങ്കിൽ ശുദ്ധിയുള്ളവരല്ലാതെ തുടരുത്. തൻസീലുൻ മിർ റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവിൽ നിന്നുള്ള അവതരണമാണ് ഈ ഗ്രന്ഥം. എന്നിട്ട് ഇത്രയും സമഗ്രമായ ഈ വാർത്തയാണോ, ഖുർആനിന്റെ വാർത്തയാണോ, ഈ വാർത്ത കൊണ്ടാണോ മുദ്ഹിനൂൻ, നിങ്ങൾ അവഗണിക്കുന്നത് ഇതിനെയാണോ, നിങ്ങൾ അലംഭാവം കാണിക്കുന്നത് ഇതുകൊണ്ടാണോ? വതജഅലൂന റിസ്ഖക്കും അന്നക്കും തുകദിബൂൻ, നിങ്ങൾ നിങ്ങളുടെ ഉപജീവന മാർഗമാക്കി മാറ്റുകയാണല്ലോ സത്യത്തെ മറച്ചുവെക്കൽ. വതജഅലൂന റിസ്ഖക്കും അന്നക്കും തുകദിബൂൻ, സത്യത്തെ മറച്ചുവെക്കൽ ഉപജീവന മാർഗമാക്കുന്നവർ. അതൊക്കെ തന്നെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. ഇതാണ് നമ്മൾ സംസാരിച്ച വിശുദ്ധ ഗ്രന്ഥത്തോടുള്ള അലംഭാവം എന്ന വിഷയം. അതാണ്. അത് കഴിഞ്ഞു ഇന്ന് നാം സംസാരിച്ചു മരണം ഒരപ്രതിരോധ്യ യാഥാർത്ഥ്യമാണ്. ഫലൗലാ ഇദാ ബലഗത്തുൽ ഹുൽഖൂം, അല്ല ഈ പറഞ്ഞതൊന്നും നിനക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ലെങ്കിൽ റൂഹ് തൊണ്ടം കുയിലെത്തിയപ്പോൾ വഅൻതും ഹീനൈദിൻ തൻദുറൂൻ, നിങ്ങൾ ആ മനുഷ്യന്റെ മുഴുവൻ അവസ്ഥകളും കണ്ടുകൊണ്ടിരിക്കുകയാണ്. വനഹ്നു അഖ്റബു ഇലൈഹി മിൻകും, നിങ്ങളെക്കാൾ ആ മരണാസന്നനായ വ്യക്തിയോട് തൊട്ടടുത്ത് നമ്മളുണ്ട്. വലാകില്ലാ തുബ്സിറൂൻ, പക്ഷേ ഞാനുണ്ടെന്ന കഥ നിങ്ങൾ അറിയുന്നില്ല, നിങ്ങൾ കാണുന്നില്ല. ഫലൗലാ ഇൻ കുൻതും ഗൈറ മദീനീൻ, നിങ്ങൾ മറ്റൊരാളാൽ നിയന്ത്രിക്കപ്പെടുന്നവരല്ലെങ്കിൽ, നിങ്ങൾ സർവ്വവിധ സ്വതന്ത്രരാണെങ്കിൽ, എന്തുകൊണ്ട് തർജിഊനഹാ, നിങ്ങൾക്ക് നിങ്ങളുടെ ഉറ്റവരുടെ ഉടയവരുടെ ആത്മാവിനെ പോലും നിയന്ത്രിക്കാൻ കഴിയില്ല. ഇനി മരിച്ചുപോയ ആളെപ്പറ്റി പറയട്ടെ, അയാൾ മുഖറബീങ്ങളുടെ ലിസ്റ്റിൽപ്പെട്ടയാളാണെങ്കിൽ, അയാൾ മുഖറബീങ്ങളിൽപ്പെട്ടയാളാണെങ്കിൽ അയാൾക്കാണ് സന്തോഷം, അയാൾക്കാണ് റാഹത്ത്, അയാൾക്കാണ് സുഖലോക സ്വർഗം, അയാൾക്കാണ് സുഖലോക സ്വർഗ പരിമളം. സ്വർഗീയ ഫുഡ് എന്നും റൈഹാൻ അർത്ഥമുണ്ട്, ഭക്ഷണം. ഇനി അവൻ അസ്ഹാബുൽ യമീനിൽ പെട്ടവനാണെങ്കിൽ ഫസലാമുൽ ലക മിൻ അസ്ഹാബിൽ യമീൻ, നിനക്കാണ് രക്ഷ അസ്ഹാബുൽ യമീനിൽ പെട്ടതുകൊണ്ട്, അല്ലെങ്കിൽ അസ്ഹാബുൽ യമീനിൽ നിന്ന് നിനക്കാണ് സലാം വരുന്നത് മോനെ. വഅമ്മാ ഇൻ കാന മിനൽ മുകദ്ദിബീന അദ്ദാലീൻ, പരലോകത്തെ നിഷേധിച്ചവനും വഴിപിഴച്ചവനുമായിരുന്നു നീയെങ്കിൽ ഫനുസുലും മിൻ ഹമീം, നിനക്ക് ആ ചീഞ്ചലത്തിന്റെ സൽക്കാരമാണ്. വതസ്രിയതു ജഹീം, പിന്നെ നരകത്തിൽ കടത്തലാൻ. ഇന്നഹാദ തീർച്ചയായിട്ടും ഇത് നിനക്ക് ഉറപ്പാകുന്ന ചിത്രത്തിന്റെ അവസാന രൂപമാണ്. ഇത് നിനക്ക് ഉറപ്പാകുന്നതിന്റെ ഏറ്റവും അവസാനത്തെ ചിത്രമാണ്. ഫസബ്ബിഹ് ബിസ്മി റബ്ബിക്കൽ അദീം, അതുകൊണ്ട് അദീമായ ബഹുമാന്യനായ നിന്റെ റബ്ബിനെ നീ പ്രകീർത്തിച്ചേ പറ്റൂ. സദഖല്ലാഹു മൗലാനൽ അദീം വസദഖ വബല്ലഗ റസൂലുഹു നബിയുൽ കരീം വനഹ്നു അലാ ദാലിക മിനശ് ഷാഹിദീന ശാകിരീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സഹോദരന്മാരെ, നമ്മൾ 10 ദിവസം സൂറത്തുൽ വാഖിയയെ 10-35 വ്യാഖ്യാന ഗ്രന്ഥങ്ങളിലൂടെ നോക്കിക്കാണുകയായിരുന്നു. എല്ലാവരും പരമാവധി ഇതിൻ്റെ CD-കൾ പ്രചരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കണം. കാരണം ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള വിഷയങ്ങൾ എല്ലാം, ഇന്ന് സമൂഹത്തിന് ആവശ്യമുള്ള എല്ലാ വിഷയങ്ങളും പ്രതിപാദിക്കാൻ വേണ്ടി നാം ശ്രമിച്ചിട്ടുണ്ട്. എല്ലാവരും പ്രത്യേകം ദുആ ചെയ്യണം. എല്ലാവരും എനിക്ക് വേണ്ടിയും എൻ്റെ കുടുംബത്തിന് വേണ്ടിയും ദുആ ചെയ്യണം. നമ്മൾ ഇതുവരെ പറഞ്ഞ ആ പരലോകം,
അതൊന്ന് സലാമത്താകാൻ വേണ്ടി നമ്മളൊന്ന് ഇരുന്ന് കൂട്ടായിട്ട് ദ്വാരക്കുക. തിരക്കാർക്കും വേണ്ട. അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ എന്നതൊക്കെ ഒന്ന് ശരിക്കും മനസ്സിൽ തട്ടി നമുക്കൊന്ന് ചെല്ലിയിട്ടൊന്ന് ദ്വാരക്കാം. എന്നിട്ട് പോയാൽ മതി. ആരും ഇന്ന് തിരക്ക് പിടിക്കരുത്. ഇൻഷാ അല്ലാഹ് ഒന്നും കൂടി